വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞാൽ മാറ്റുക എന്നുള്ളത്, സിസ്റ്റത്തെ മാറ്റുക എന്നുള്ളതാണ്. സിസ്റ്റത്തെ മാറ്റുന്നതിന് അതിൻ്റെ ഊർജം നിങ്ങൾ കണ്ടെത്തുന്നത് ഭൂതകാലത്തു നിന്നല്ല, എന്നത് ഭാവിയിൽ നിന്നാണ് എന്നാണ് മാർക്സിൻ്റെ വാദം. എല്ലാ ജെനുവിനായിട്ടുള്ള വിപ്ലവങ്ങളും അതിൻ്റെ കവിത കണ്ടെത്തുന്നത് പിന്നെ ഭൂതകാലത്തിൽ നിന്നല്ല, ഭാവിയിൽ നിന്ന്. ഞാൻ പറഞ്ഞാൽ അത് ഒരു ഭയങ്കര ഒരു ആശയമാണ്. അത് നിങ്ങൾ ഈ സിസ്റ്റത്തെ മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പം നിങ്ങൾ ഈ സിസ്റ്റത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. വ്യക്തി ഒരു നാച്ചുറൽ അനിമൽ അല്ല. ഒരു പ്രകൃതിയിലെ ജീവിക്കുന്ന എന്താ പറയുക, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പിന്നെ മൃഗമല്ല, ഒരു നാച്ചുറൽ അനിമൽ അല്ല. അതൊരു സോഷ്യൽ അനിമലാണ്. അത് നിങ്ങൾ ചരിത്രത്തിൻ്റെ ഉള്ളിൽ മാത്രമേ വ്യക്തിയെ കാണാൻ പറ്റൂ. ചരിത്രത്തിന് പുറത്ത് സ്വാഭാവികമായി ഒരു വ്യക്തിയുണ്ട് എന്ന് ധരിക്കുന്നവരെന്താ ചെയ്യുന്നത്? സത്യത്തിൽ അവർ ചെയ്യുന്നത് 18th സെഞ്ച്വറിയുടെ ഉണ്ടായിട്ടുള്ള ഇൻഡിവിജ്വലിനെ പുറകിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഐഡിയൽ, അതാണ് പറയുന്നത്, ഐഡിയൽ ഹൂസ് എക്സിസ്റ്റൻസ് ദേ പ്രൊജക്റ്റ് ഇൻ ടു ദ പാസ്റ്റ്. ഇപ്പോൾ ഉള്ളത് മുമ്പുണ്ടായിരുന്നു എന്ന് വിചാരിക്കലാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് മുമ്പുണ്ടായിരുന്നു എന്ന് കാണുന്ന ഒരു രീതിയാണ്. പാസ്റ്റിലേക്ക്, ഭൂതത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം പ്രസൻറ്റിനെ. ഗ്രൂണ്ടർസേ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള കുറിപ്പുകൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, മാർക്സിൻ്റെ ഒരു കൃതി എന്ന രീതിയിൽ പറയാറുണ്ട്. മാർക്സിൻ്റെ ഒരു കൃതിയായിട്ട് കാണുക, മാർക്സ് എഴുതിയൊരു പുസ്തകം എന്ന രീതിയിൽ ഇതിനെ കാണാൻ പറ്റില്ല. അതൊന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാർക്സിൻ്റെ കൃതികൾ എന്ന് പറയുന്ന മാർക്സ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമല്ല അത് പറയുന്നത്. ചില കാര്യങ്ങൾ, ചില കൃതികൾ മാർക്സ് പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തതിന് നമ്മൾ മാർക്സിൻ്റെ കൃതികളെന്ന് പറയാറുണ്ട്. പക്ഷേ ആ അർത്ഥത്തിൽ പോലും ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും ഗ്രൂണ്ടർസേയുടെ കാര്യത്തിൽ. കാരണം അതിൻ്റെ ഒരു പബ്ലിക്കേഷൻ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മാർക്സ് ഒരു 7 നോട്ട്ബുക്കുകളായിട്ട് കുറിച്ച് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ 1857 അല്ലേ, 1857-58 കാലഘട്ടത്തിലാണ്. അതായത് ക്യാപിറ്റലിനൊക്കെ മുന്നേ ഈ ഒരു 7 നോട്ട്ബുക്കുകളായിട്ട് എഴുതിയിട്ടുള്ള കുറിപ്പുകൾ. ആ കുറിപ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു സ്വയം വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഗൃഹപാഠം പോലെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കുറിപ്പുകളാണ്. അത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല ഒരു വ്യാകരണ ശുദ്ധി വരുത്തിയിട്ടുള്ള എഴുത്തുകളല്ല അത്. സെൻറ്റൻസസൊക്കെ അപൂർണമാണ്. ചിലതൊക്കെ ഒരു പിന്നെ പ്ലാൻ മാത്രമാണ്. ഒരു ചാപ്റ്റർ എന്തെങ്കിലും എഴുതുവാണെങ്കിൽ അതിൻ്റെ ഒരു പ്ലാൻ എന്നുള്ള രീതിയിലൊക്കെയാണ്. അത് അതേപടി തന്നെയാണ് നമ്മളിപ്പം പെൻഗ്വിൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഗ്രൂണ്ടർസേ എന്ന് പറയുന്ന വലിയ വർക്കിലും നമുക്ക് കാണാൻ കഴിയും. ഈ 7 നോട്ട്ബുക്കുകളിലുള്ളത് ഒരു 2 അധ്യായങ്ങൾ തന്നെയുണ്ട്. ചാപ്റ്റർ ഓൺ മണി, ചാപ്റ്റർ ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സായിട്ട് തന്നെയുണ്ട്, അധ്യായങ്ങൾ. അതിന് പുറമേ അതിൻ്റെ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ എന്നാണ് മാർക്സ് അതിന് കൊടുത്തിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ എന്ന പേരിൽ ഒരു അധ്യായം കാണുന്നുണ്ട്. പിന്നെ നിങ്ങളതിന് അവസാനമായിട്ട് 2 പ്രസിദ്ധരായ, അക്കാലത്തെ വളരെ പ്രസിദ്ധരായ 2 സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായങ്ങളെ കുറിച്ചുള്ള ഒരു നിരൂപണം പോലെ ഒരു അധ്യായം കൂടി കാണുന്നുണ്ട്. ഇത്രയും കൂടിയതാണ് ഗ്രൂണ്ടർസേ എന്നുള്ളത് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ടെക്സ്റ്റിലുള്ളത്.
അതിൽ ഈ ആമുഖം എന്ന രീതിയിൽ അധ്യായം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു അധ്യായമായിട്ട് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള പേരിലുള്ള ആ ഭാഗമാണ് നമ്മളിപ്പോൾ വായിക്കാൻ എടുത്തിട്ടുള്ളത്. അത് വായിക്കൽ ഇത്തിരി ദുഷ്കരമാണ്, എനിക്കറിയാം. പലവട്ടം വായിച്ചാലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു എന്താണ് മാർക്സ് അതിൽ പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിലൊരു വ്യക്തത വരുകയുള്ളൂ. 1857-58 കാലത്ത് എഴുതിയ ഈ കൃതിയുടെ ഒരു കൃതിയല്ല, ഈ ഒരു നോട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് എന്തോ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. കുറേ കാലം എന്ന് പറഞ്ഞാൽ അത് പ്രസിദ്ധീകരണത്തിന് പറ്റുന്ന രീതിയിൽ അത് വീണ്ടെടുക്കുന്നത് ഏതാണ്ടൊരു 100 വർഷം കഴിഞ്ഞിട്ടാണ്. അതാണ് അതിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്. 1953 അതിൻ്റെ ഒരു ജർമ്മൻ പതിപ്പായിട്ട് പിന്നീട് വരുന്നത്. അതായത് ഏതാണ്ടൊരു 100 വർഷത്തെ ഒരു എന്താ പറയുക, പൂർണ്ണമായും വേണമെങ്കിൽ പറയാം ആ ഒരു പീരീഡിലാണ് ചിലപ്പോൾ മാർക്സിസ്റ്റ് ചിന്തകരുടെയൊക്കെ ഒരു വലിയ ചിന്തകരും പ്രയോക്താക്കളുമായിട്ടുള്ള ഒരുപാട് പേര് അതിനിടയ്ക്ക് മരിച്ചു പോയിട്ടുണ്ട്. ലെനിൻ അടക്കം. ലെനിൻ വായിച്ചിട്ടില്ലേ അത്? അതുപോലെ ഇപ്പോൾ മാവോ വായിച്ചിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ. ഇത് വായിക്കാൻ സാധ്യതയില്ല, കാരണം ഇത് അവൈലബിൾ അല്ല, ഇംഗ്ലീഷിൽ ഇത് അവൈലബിൾ അല്ല. ഈ ജർമ്മൻ പതിപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 4-5 വർഷം മുമ്പ് റഷ്യയിൽ ഈ മാർക്സ് എംഗൽസ് ലെനിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് പതിപ്പ് ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഈ രൂപത്തിലല്ലെങ്കിൽ പോലും ചില ഭാഗങ്ങൾ ഇംഗ്ലീഷ് പതിപ്പ് ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 3-4 കോപ്പി മാത്രമാണ് ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്നത് പോലെ 3-4 കോപ്പി മാത്രമാണ് അത് ഒരു പാശ്ചാത്യ ലോകത്തേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എത്ര പേര് വായിച്ചിട്ടുണ്ടാവും നമുക്കറിയാം. അപ്പോൾ ഈ പറഞ്ഞ വലിയ മാർക്സിസ്റ്റ് ചിന്തകർ എന്നറിയപ്പെടുന്ന ആളുകൾ, അൽത്തൂസർ അടക്കമുള്ള ആളുകൾ, അൽത്തൂസർ ഇത് വായിച്ചതിൻ്റെ തെളിവില്ല നമുക്ക്. അതുപോലെ ലൂക്കാച്ചിനെ പോലുള്ള ആളുകൾ, ഗ്രാംഷിയെ പോലുള്ള ആളുകൾ, മാർക്യൂസ് ഇതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളതുണ്ട്. ഹബർട്ട് മാർക്യൂസിനെ പോലുള്ള ആളുകൾ ഇതിനെ പറ്റിയിട്ട് എഴുതിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പൊതുവേ പറഞ്ഞാൽ വലിയ മാർക്സിസ്റ്റ് ചിന്തകരും ഒന്നും വായിക്കാത്ത ഒരു കുറിപ്പുകളാണ് ഇത്. കാരണം അത് അവൈലബിൾ ആയിരുന്നില്ല, ഇംഗ്ലീഷിൽ അവൈലബിൾ ആയിരുന്നില്ല. ജർമ്മൻ ഇതിൽ തന്നെ അത് അവൈലബിൾ ആവുന്ന ഏതാണ്ട് 100 വർഷത്തെ ഒരു കാലഘട്ടത്തിന് ശേഷമാണ്. ഇങ്ങനത്തെ ഒരു ദുർവിധി വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. എത്രയും കാലം അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോഴും അത് റിട്രീവ് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറയുന്നത്. പലതും അത് നഷ്ടപ്പെടുകയും പിന്നീട് അത് കണ്ടെടുക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഗതി ഉണ്ടാകുന്നത്. മാത്രമല്ല ഇതിൻ്റെ ടൈറ്റിൽ ഗ്രൂണ്ടർസേ എന്നുള്ളത് അതിൻ്റെ പബ്ലിഷേഴ്സ് കൊടുത്തിട്ടുള്ളൊരു ടൈറ്റിലാണ്. അങ്ങനെ മാർക്സ് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കുക മാത്രമല്ല, അങ്ങനെ ഒരു പ്രസിദ്ധീകരണം ഉദ്ദേശിച്ചിട്ട് പോലും ഉണ്ടാവില്ല മാർക്സ്. ഗ്രൂണ്ടർസേ എന്നുള്ള വാക്കിൻ്റെ ജർമ്മൻ അർത്ഥം ഗ്രൂണ്ട് റിസെ എന്നുള്ള 2 വാക്കുകളാണ്. ഗ്രൂന്ത് എന്ന് പറയുന്ന ജർമ്മൻ വാക്കിന് ഗ്രൗണ്ട്, ബേസിക്സ് എന്നൊക്കെയാണ് അർത്ഥം കാണുന്നത്. ഫണ്ടമെൻ്റൽസ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം കാണുന്നത്. റിസെ എന്നുള്ള വാക്കിന് ഇതേപോലെ ഈ രേഖകൾ എന്നുള്ള അർത്ഥമാണ്. വേണമെങ്കിൽ മലയാളത്തിൽ ഇത് പറയുകയാണെങ്കിൽ അടിസ്ഥാന രേഖകൾ എന്നാണ് ഈ ഗ്രൂണ്ടർസേ എന്നുള്ള വാക്കിന് ഒരു മലയാളത്തിലൊരു അർത്ഥം വേണമെങ്കിൽ കാണാവുന്നത്. ബേസിക് റൈറ്റിങ്സ് ബേസിക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ പറയാവുന്ന അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ ഒരു രൂപരേഖ, അടിസ്ഥാന രൂപരേഖ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഗ്രൂണ്ടർസേ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. രണ്ടാമത് ഇതിനെപ്പറ്റി പറയാനുള്ള ഒരു കാര്യം, ഞാൻ പറഞ്ഞു 7 അധ്യായങ്ങളിൽ 2 അധ്യായങ്ങൾ വളരെ വൃത്തിയായിട്ട് എഴുതപ്പെട്ടതാണെന്നും തോന്നാം. പക്ഷേ മാർക്സ് മാറ്റി എഴുതുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അതിൽ ആദ്യത്തെ അധ്യായം മാർക്സ് ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്ന മാർക്സിൻ്റെ പ്രസിദ്ധമായ കൃതി, ഇതിൻ്റെ ഒരു റീഡ്രാഫ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ആദ്യത്തെ അധ്യായത്തിൻ്റെ. അതുകൊണ്ട് തന്നെ മാർക്സ് ഇത് നമ്മൾ സാധാരണ നിലയ്ക്ക് പറയുകയാണെങ്കിൽ മാർക്സ് ചിലപ്പോൾ മാർക്സിൻ്റെ ഇതിനെ വെച്ചുകൊണ്ട് നിങ്ങൾ മാർക്സിനെ എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം മാർക്സിനോട് നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ മാർക്സിന് ബാധകമാവില്ല. കാരണം ഞാനത് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പല കാര്യങ്ങളും ഉപേക്ഷിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ മാർക്സിൻ്റെ കത്തുകളിൽ, മാർക്സും ലാസല്ലേയും അതുപോലെ എംഗൽസുമായിട്ടുള്ള കത്തിടപാടുകളിൽ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിക്കുകയാണ്, കാരണം അത് ശരിയല്ല. അതിൻ്റെ മെത്തഡോളജിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, രീതിശാസ്ത്രത്തെപ്പറ്റി പറയുന്ന ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുകയാണ് എന്ന് പറയുക തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിത് എന്തുകൊണ്ടാണ് പിന്നെ വായിക്കുന്നത് എന്നുള്ളൊരു, മാർക്സ് തന്നെ
പിന്നെ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തതും ഒരുപക്ഷെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു രേഖകൾ നമ്മൾ വായിക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് പ്രസിദ്ധീകരണം തന്നെ വൈകിപ്പോയത്, അത് പ്രസിദ്ധീകരിക്കുന്നതിന് വലിയ അർത്ഥമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം പിന്നീട് വളരെ കാര്യമായിട്ട് ഇപ്പോൾ ഡേവിഡ് ഹാർവേ ഗ്രൂണ്ടേഴ്സെ പറ്റിയിട്ടൊരു ഓൺലൈൻ ലെക്ചർ സീരീസ് തന്നെ നടത്തുകയും അത് പുസ്തകമായിട്ട് വരികയും ചെയ്തു. റീഡിങ് ഗ്രൂണ്ടേഴ്സെ എന്ന് പറയുന്നത് ഇപ്പം ഹാർവേയെ പോലെയുള്ള വളരെ പ്രസിദ്ധരായ മാർക്സിസ്റ്റ് ചിന്തകർ ജിയോഗ്രഫി സ്പേസിനെ കുറിച്ചൊക്കെ ഒരുപാട് എഴുതൊക്കെ ചെയ്തിട്ടുള്ള നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. അങ്ങനെയാണിതിപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റായിട്ട് ഇപ്പം കരുതപ്പെടുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഭാഗമാണ്. പക്ഷെ ഇത് സത്യത്തിലൊരു ഇൻട്രൊഡക്ഷൻ അല്ല എന്നുള്ളതാണ് ഇത്. കാരണം പിന്നീട് വന്ന 2 ചാപ്റ്ററുകൾക്കുള്ള ഇൻട്രൊഡക്ഷനാണ് എന്ന് കരുതരുത്. കാരണം ആ ഇൻട്രൊഡക്ഷൻ അല്ലത്. ഇത് മാർക്സിൻ്റെ ഒരു രീതിവിദ്യയെക്കുറിച്ച് അല്ലെങ്കിൽ മെത്തഡോളജിയെക്കുറിച്ചുള്ള ചില റിഫ്ലക്ഷൻസും ഒക്കെയാണ് ഇതിലുള്ളത്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 2 ചാപ്റ്റർ, ഒന്ന് മണി പണത്തെക്കുറിച്ചുള്ള ചാപ്റ്ററാണ്, മറ്റൊന്ന് മൂലധനത്തെക്കുറിച്ചുള്ള ചാപ്റ്ററാണ്. മൂലധനത്തെക്കുറിച്ചും ഒക്കെയുള്ള ചാപ്റ്ററാണ്. പക്ഷേ അതിനുള്ള ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഇത് കാണാൻ പറ്റില്ല. ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു മുഖവുര എന്ന രീതിയിലല്ല അത് കാണുന്നത്. ഇതിൻ്റെ ഒരു ഫോർവേഡ് ഉണ്ട്. ഈ നിങ്ങൾ ആ പുസ്തകം വായിച്ചവർക്കറിയാം. ഈ മാർട്ടിൻ നിക്കോളാസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് ഇതിനൊരു ഒരു മുഖവുര എഴുതിയിട്ടുള്ളത്, ഫോർവേഡ് എഴുതിയിട്ടുള്ളത്. അത് വളരെ പ്രധാനമാണ്. ഈ ഗ്രൂണ്ടേഴ്സെ വായിക്കുമ്പോൾ അത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വളരെ കൃത്യമായിട്ട് അതിൻ്റെ പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. ഈ പബ്ലിക്കേഷനെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും ഒക്കെ അതിൽ പറയുന്നുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്ന ടെക്സ്റ്റിൻ്റെ ഒരു പ്രിഫേസ്, മാർക്സ് എഴുതിയ പ്രിഫേസിൽ ആ പ്രിഫേസിനെ വേണമെങ്കിൽ ഇപ്പം നമ്മൾ വായിക്കുന്ന ഈ ഇൻട്രൊഡക്ഷൻ്റെ ഒരു റീഡ്രാഫ്റ്റായിട്ട് കാണാൻ പറ്റും. മാർക്സ് തന്നെ പുതുക്കി എഴുതിയതായിരിക്കും. അതപ്പോൾ ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ടെന്ന് മാർക്സ് തന്നെ പറയുന്നുണ്ട്. ഞാനത് വായിക്കാൻ വേണമെങ്കിൽ മാർക്സ് എഴുതിയൊരു കത്തിൽ മാർക്സ് പറയുന്നത്, ഐ ആം സപ്രസിങ് എ ജനറൽ ഇൻട്രൊഡക്ഷൻ വിച്ച് ഐ ഹാഡ് ത്രോൺ ഓൺ പേപ്പർ ബിക്കോസ് ഓൺ ക്ലോസർ കൺസിഡറേഷൻ എനി ആൻറ്റിസിപ്പേഷൻ ഓഫ് യെറ്റ് ടു ബി പ്രൂവ്ഡ് റിസൾട്ട് seemed to me a distraction, and the reader who wishes to follow me at all must resolve to climb from the particular up to the general. അപ്പോൾ മാർക്സ് തന്നെ പറയുകയാണ്, ഞാനത് ഒഴിവാക്കിയതാണ്. ഐ ആം സപ്രസിങ് എന്നാണ്. ഐ ആം സപ്രസിങ് എ ജനറൽ ഇൻട്രൊഡക്ഷൻ. ആ ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ നമ്മൾ വായിക്കെടുക്കുകയും ഇത് വ്യാപകമായി വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു ഇൻട്രൊഡക്ഷനാണ് ഇത്. അതിൽ നിക്കോളാസ് പറയുന്നൊരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. മാർക്സിൻ്റെ ഒരു മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്തത്, മൈൻഡ് അറ്റ് വർക്ക് എന്നുള്ളത് കാണാൻ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതെന്ത് പറയുന്നു എന്നുള്ളതല്ല, ആ ഗവേഷണത്തിൻ്റെ ആ അന്വേഷണത്തിൻ്റെ ഒരു രീതി. നമ്മൾ ഈ മെൻ അറ്റ് വർക്ക് എന്നൊക്കെ പറയുന്ന പോലെ മൈൻഡ് അറ്റ് വർക്ക് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രേഖയാണ് ഇത് എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയാറുള്ളൊരു കാര്യം. ചുരുക്കി പറഞ്ഞാൽ മാർക്സ് ഈ പറഞ്ഞ നമ്മളിപ്പോൾ വായിക്കുന്ന കാര്യത്തിൽ മാർക്സ് തീരെ തൃപ്തനായിരുന്നില്ല. അത് വായിക്കുകയും അതിൽ ഒരുപാട് ഭാഗങ്ങൾ മാർക്സ് ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പോൾ മാർക്സിൻ്റെ ഒരു കൃതി എന്ന രീതിയിൽ ഇതിനെ കാണുന്നതിൽ ചില പ്രയാസങ്ങളുണ്ട് അങ്ങനെ കാണുക എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് നമുക്ക് നോക്കാം. ഈ മാർക്സ് 58 ഈ ലാസലെ എന്ന് പറയുന്ന ഒരു ആളുമായി നടത്തിയിട്ടുള്ള കത്തിടപാടുകളിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ടെക്സ്റ്റിനെ പറ്റിയാണ് സൂചന അതിൽ. അതായത് 58, 57 എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഇത് എഴുതുന്ന സമയമാണ്. മാർക്സ് ഈ കുറിപ്പുകൾ തയ്യാറാക്കുന്ന സമയമാണ്. ആ സമയത്ത് നടത്തിയിട്ടുള്ള കത്തിടപാടുകളിൽ ഒരു കത്തിൽ മാർക്സ് പറയുന്നത്, ഇതിൻ്റെ ഒരു ടൈറ്റിൽ മാർക്സ് ഉദ്ദേശിച്ചിട്ടുള്ള ടൈറ്റിൽ എന്ന് പറയുന്നത് എ ക്രിട്ടിക് ഓഫ് എക്കണോമിക് കാറ്റഗറീസ് എന്നാണ്. ഗ്രൂണ്ടേഴ്സെ എന്നുള്ള മാർക്സിൻ്റെ മനസ്സിൽ. അത് പിന്നീട് പബ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട്. സാമ്പത്തിക സംവർഗങ്ങളുടെ വിമർശം എന്നാണ് മാർക്സ് അതിൻ്റെ ടൈറ്റിലായിട്ട് കണ്ടത്.
അത് മിക്കവാറും ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്ന ഒരു ഇതാണ്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കുറിപ്പുകളെ പരാമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളൊരു കത്തിലാണ് ഈ സൂചനയുള്ളത്. അത് ഈ മാർട്ടിൻ നിക്കോളസും പറയുന്നുണ്ട്, അത് വളരെ ഉചിതമായൊരു ടൈറ്റിലായിരിക്കും ഒരു പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ പോണ കാര്യങ്ങളിൽ സത്യത്തിൽ ചെയ്യുന്നത് ഈ അർത്ഥശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക സംവർഗങ്ങളുടെ അതിൻ്റെ കാറ്റഗറീസിൻ്റെ ഒരു ക്രിട്ടീക്കാണ് മാർക്സ് നടത്തുന്നത് എന്നാണ്. ഇപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഈ സംവർഗങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും പിന്നെ ആ ക്രിട്ടീക്കിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളതും. നമുക്ക് നോക്കിയാൽ അറിയാം, മാർക്സിൻ്റെ പൊതുവെയുള്ള കൃതികളിൽ മാർക്സ് ഈ പൊളിറ്റിക്കൽ എക്കോണമി എന്നുള്ള വാക്ക് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാക്കാണ് പൊളിറ്റിക്കൽ എക്കോണമി, അല്ലേ? ഒരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സാമ്പത്തിക അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് അത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുമ്പോൾ അത് ഒരു സിദ്ധാന്ത സങ്കേതത്തെ സൂചിപ്പിക്കുന്ന വാക്കായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറഞ്ഞാൽ ഒന്ന് സാമ്പത്തിക അവസ്ഥയെ പറ്റിയിട്ടുള്ള ഒരു വിമർശനമാവാം, മറ്റൊന്ന് ഒരു സാമ്പത്തിക സിദ്ധാന്ത സമീപനത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസിക്കൽ പൊളിറ്റിക്കൽ ബൂർഷ്വാ എന്ന് മാർക്സ് വിളിക്കുന്ന ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമിസ്റ്റുകളുടെ സിദ്ധാന്ത സമീപനത്തെക്കുറിച്ചുള്ള വിമർശനം എന്ന രീതിയിലും ആവാം ഈ ക്രിട്ടിക് ഓഫ് എക്കണോമിക് കാറ്റഗറീസ് എന്നുള്ളത്. മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് തമ്മിൽ വ്യത്യാസമില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ മൂലധനത്തിൻ്റെ ആദ്യ അധ്യായം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം. ഈ മുതലാളിത്തത്തിൻ്റെ, അതായത് ഈ പറഞ്ഞ മൂലധന സമ്പദ് വ്യവസ്ഥയിലെ സംവർഗങ്ങളും ഈ സിദ്ധാന്തത്തിൻ്റെ സംവർഗങ്ങളും ഒരേ ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചരക്കുകളുടെ ഭാഷയിൽ തന്നെയാണ് പൊളിറ്റിക്കൽ എക്കോണമിസ്റ്റുകൾ സംസാരിക്കുന്നത്. മൂലധന സമ്പദ് വ്യവസ്ഥയുടെ സംവർഗങ്ങളാണ് കമോഡിറ്റീസ് എന്ന് പറയുന്നത്. ആ കമോഡിറ്റീസിൻ്റെ ഭാഷ ഉണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെയാവും സംസാരിക്കുക, അതേ ഭാഷയിൽ തന്നെയാണ്. അതാണ് മാർക്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അവയ്ക്ക് നാവ് കിട്ടുകയാണെങ്കിൽ, ഒരു ശബ്ദം കിട്ടുകയാണെങ്കിൽ, ഭാഷ ഉണ്ടാവുകയാണെങ്കിൽ കമോഡിറ്റീസ് എങ്ങനെയാണോ സംസാരിക്കുക അതേ ഭാഷയിൽ തന്നെയാണ് സിദ്ധാന്തം സംസാരിക്കുന്നത്. അതായത് ഫെറ്റിഷിസം എന്ന് പറയുന്നത് തിയറിയിൽ ആവിഷ്ടമാകുന്നത് എങ്ങനെ എന്നുള്ളതാണ് മാർക്സ് ഈ മൂലധനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ ഫെറ്റിഷിസം ഓഫ് കമോഡിറ്റീസ് എന്നുള്ള ഭാഗത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്ക് എന്നുള്ളത് രണ്ടുമാണ്. ഈ സിദ്ധാന്ത സമീപനത്തോടുള്ള ക്രിട്ടിക്കുമാണ്, അതേപോലെ തന്നെ മൂലധന സമ്പദ് വ്യവസ്ഥയിലെ സംവർഗങ്ങൾ എന്ന് പറയുന്നത് കമോഡിറ്റി ഒക്കെ അടക്കമുള്ള, അപ്പം എക്സ്ചേഞ്ച് വാല്യൂ, ഇതിനോടുള്ള വിമർശവുമാണ്. അപ്പോൾ ആ രണ്ടർത്ഥത്തിലും ചിലപ്പോൾ ഉചിതമായ ഒരു ടൈറ്റിൽ അതായിരിക്കും, ക്രിട്ടിക് ഓഫ് എക്കണോമിക് കാറ്റഗറീസ് എന്നുള്ളതായിരിക്കും. അപ്പോൾ ഗ്രുണ്ടസെ എന്ന് പറയുന്നത് പിന്നീട് വന്നിട്ടുള്ള ഒരു ടൈറ്റിലാണ്. പിന്നെ വിമർശനം എന്താണെന്നുള്ളത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. വെറും വിമർശനം എന്നുള്ള അർത്ഥത്തിലല്ല വിമർശനം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ മലയാളത്തിൽ രണ്ട് വാക്കായിട്ട് ഉപയോഗിക്കുന്നത് മാത്രം. ക്രിട്ടീക്ക് എന്ന് പറയുന്നതും ക്രിട്ടിസിസം എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം സൂചിപ്പിക്കുന്നതിനാണ്. ഒന്ന് നമ്മൾ വിമർശനം എന്ന് ഉപയോഗിക്കുന്നതും മറ്റൊന്ന് വിമർശം എന്ന് ഉപയോഗിക്കുന്നു. അത് വേറെ വാക്ക് കണ്ടെത്താൻ പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ക്രിട്ടീക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. QUE ആണ്. ക്രിട്ടിസിസം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. ക്രിട്ടിക്കിൻ്റെ ഒരു സ്വഭാവം നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത്, ക്രിട്ടിക്ക് എന്ന് പറയുന്നത് വെറും വിമർശനമല്ല, ഒരു സിദ്ധാന്തത്തെ വിമർശിക്കുക, ഒരു വ്യവസ്ഥയെ വിമർശിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനൊരു മറ്റൊരു സ്വഭാവമുണ്ട്. ഇപ്പം യൂറോപ്പിലെ പ്രത്യേകിച്ച് ജർമ്മൻ ചിന്തയുടെ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ക്രിട്ടീക്ക് എന്ന് പറയുന്നത്. ഇപ്പം തത്വചിന്തയൊക്കെ പഠിച്ചവർക്ക് അറിയാം, ക്രിട്ടീക്ക് ഓഫ് പ്യുവർ റീസൺ, ക്രിട്ടീക്ക് ഓഫ് ജഡ്ജ്മെൻറ്റ്, ക്രിട്ടിക് ഓഫ് പ്രാക്ടിക്കൽ റീസൺ എന്നൊക്കെ പറയുന്ന കാണ്ടൊക്കെ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലോഡഡ് ആയിട്ടുള്ള ഒരു പദമാണ്, ഒരു വാക്കല്ല, ഒരു പദമാണ്, ഒരു തിയറട്ടിക്കൽ ടേമാണ് ക്രിട്ടിക് എന്ന് പറയുന്നത്. അതാണ് മാർക്സ് ഉപയോഗിക്കുന്നതിൽ. അത് മുമ്പും ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ക്രിട്ടിക് ഓഫ് ഹെഗൽസ് ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന് പറയുന്ന ക്രിട്ടിക് എന്ന് പറയുന്നത് മാർക്സിനെ സംബന്ധിച്ചിടത്തോളം മെത്തഡോളജിക്കലി രീതിവിദ്യ എന്നുള്ള രീതിയിലെടുത്താൽ, ഒരു രീതിശാസ്ത്രം എന്ന രീതിയിലെടുത്തു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ക്രിട്ടിക് എന്നത്. അത് വെറും വിമർശനമല്ല, നേരെ മറിച്ച് ഞാനതിനെ പറയാ ഒരു ഗിവൺ ആയിട്ടുള്ള ചില കാറ്റഗറീസിനെ, അതെന്തോ ആയിക്കോട്ടെ, ഇപ്പം കമോഡിറ്റി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ആ ഗിവൺനെസ് ഉണ്ടല്ലോ, അതിനെ പെനിട്രേറ്റ് ചെയ്യുന്ന ഒന്ന് എന്ന രീതിയിലാണ് ക്രിട്ടിക് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതൊക്കെയാണുള്ളത്, പക്ഷേ അതിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണ്, അതിനെ കീറി മുറിച്ച് അപ്പുറത്തേക്ക് പോകാനാണ്. പെനിട്രേറ്റിംഗ് ദ ഗിവൺനെസ് ഓഫ് ദ ഫാക്ട്സ് എന്ന രീതിയിലാണ് മാർക്സ് പലപ്പോഴും ക്രിട്ടിക് എന്നുള്ളത് ഉപയോഗിക്കുന്നത്.
കാണുമ്പോൾ കമോഡിറ്റീസാണ്, കമോഡിറ്റിയാണ്. പക്ഷെ കമോഡിറ്റിയുടെ ഉള്ളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അതിൽ നിങ്ങൾ പുറമേക്ക് കാണാത്ത ഗിവൺ ആയിട്ടുള്ള ഡേറ്റ, ഗിവൺ ആയിട്ടുള്ള ഫാക്ട്സിൽ നമ്മൾ കാണാത്ത പല കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയാറുണ്ട്. ആ കണ്ടെത്തുന്നതിനെയാണ് ഇപ്പം ഞാൻ അന്നൊരു ഉദാഹരണം പറഞ്ഞത്. ഇപ്പം ഫുക്കോൻ്റെയൊക്കെ ഈ ആർക്കിയോളജി ഇതൊക്കെ പറയുന്ന ആർക്കിയോളജിയാണ് ഇതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ സമാനമായ ഒരു ഉത്ഖനനം എന്നാണ് ആർക്കിയോളജി അല്ലേ. ഒരു കാര്യത്തേക്ക് നിങ്ങൾ കുഴിച്ചെടുക്കലാണ്, പുറമേ ഉള്ളതല്ല, അതിൻ്റെ ഉള്ളിൽ കുഴിച്ചെടുക്കുകയാണ്. ആ ഒരു ഉത്ഖനനത്തിൻ്റെ ഇതിനെയാണ് ആർക്കിയോളജി എന്നും ജീനിയോളജി എന്ന് ഒക്കെ വിളിക്കുന്നതെങ്കിൽ മാർക്സിൻ്റെ ക്രിട്ടിക്കിന് ആ ഒരു സ്വഭാവമുണ്ട്. അത് ഗിവൺ ആയിട്ടുള്ള ഫാക്ട്സിൻ്റെ പുറകിലേക്ക് പോവുക എന്നുള്ള, അതിനെ പെനിട്രേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം കാണ്ടിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണ്ടിൽ ഈ എന്താണ് കുഴിച്ചെടുക്കുന്നത്, കാണ്ടിന് ഇതേപോലെ തന്നെ കാണ്ട് ക്രിട്ടിക്കാണ് ചെയ്യുന്നത്. എന്താണ് അറിവ് എന്ന് ചോദിക്കുകയല്ല കാണ്ട് ചെയ്യുന്നത്, നേരെ മറിച്ച് അറിവിനെ പോസിബിൾ ആക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഉപാധികൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുകയാണ് മാർക്സിൻ്റെ കാണ്ടിൻ്റെ ക്രിട്ടീക്ക് എന്ന് പറയുന്നത്. ഈ ഉപാധികളാണെങ്കിൽ കാണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് എപ്രയാറി ആയിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. എപ്രയാറി അനുഭവം ഉന്നമായിട്ടുള്ള ചില പൂർവ്വരൂപങ്ങളെ കണ്ടെത്തലാണ് കാണ്ടിൽ സംഭവിക്കുന്നതെങ്കിൽ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിട്ടുള്ള സാധനമാണ്. അവിടെ ഞാൻ ഫൂക്കോയായിട്ടുള്ളൊരു സമാനത പറഞ്ഞു. ഒരു ഹിസ്റ്റോറിക്കൽ എപ്രയാറി ആയിട്ടുള്ള കണ്ടീഷൻസ് പുറത്തെടുക്കലാണ് മാർക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ ഒരു ജീനിയോളജി കണ്ടെത്തുക, ഒരു ജീനിയോളജിക്കൽ എൻക്വയറി എന്നുള്ള ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ആർക്കിയോളജി എന്നുള്ള രീതിയിലൊക്കെയാണ് മാർക്സ് ഈ ക്രിട്ടിക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിലും ക്രിട്ടീക്ക് ഓഫ് എക്കണോമിക് കാറ്റഗറീസ് എന്ന് പറയുന്നതായിരിക്കും ഇതിന് കുറച്ചുകൂടി ഉചിതമായ ഒരു പേര്. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, മാർട്ടിൻ നിക്കോളസും അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ഈ ക്രിട്ടീക്ക് ഓഫ് എക്കണോമിക് കാറ്റഗറീസ് എന്നുള്ളതായിരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു പ്രോജക്റ്റ്. ഈ പറഞ്ഞ ആമുഖം എന്ന രീതിയിൽ, ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ, അത് ഇൻട്രൊഡക്ഷൻ അല്ല, നേരെ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. തുടർന്ന് വരുന്ന അധ്യായങ്ങൾക്കുള്ള ഒരു ആമുഖമായിട്ടല്ല ഇത് കിടക്കുന്നത്. ഒരു അധ്യായമായിട്ട് തന്നെ എടുക്കാവുന്ന ഒന്നാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളതിലേക്ക് എന്താണ് മാർക്സ് ഇതിൽ പറയുന്നത് എന്നുള്ള കാര്യം നോക്കാം. വളരെ സങ്കീർണമായ ഒരുപാട് ആശയങ്ങൾ ഇതിലുണ്ട്. ഞാനത് കൂടുതൽ സൂക്ഷ്മമായിട്ട് നമ്മൾ പോകാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. പക്ഷേ ഏതാണ്ട് എന്താണ് മാർക്സിൽ പറയുന്നത് എന്നുള്ളതിനെപ്പറ്റി ചെറിയ ഒരു അവതരണം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് മാർക്സിൽ തുടങ്ങുന്നത് തന്നെ, അല്ലെങ്കിൽ മാർക്സിൻ്റെ ഇതിൻ്റെ ഈ ചർച്ച ആരംഭിക്കുന്നത് തന്നെ എവിടെ നിന്ന് തുടങ്ങും എന്നുള്ളതാണ്. ബിഗിനിങ്, നിങ്ങൾ ഏത് പോയിന്റിൽ നിന്നാണ് നിങ്ങളുടെ ഈ സമ്പദ് ശാസ്ത്ര വിമർശം അല്ലെങ്കിൽ സമ്പദ് ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ തുടങ്ങുന്ന പോയിന്റ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുക. ഈ തുടക്കം എന്നുള്ളതാണ് മാർക്സിൻ്റെ വലിയ കൺസേൺ. നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങാറ്. അപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഭൗതിക ഉൽപ്പാദനത്തെപ്പറ്റി പഠിക്കുമ്പോൾ സാധാരണ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റുകൾ തുടങ്ങുന്നത് വ്യക്തികളിൽ നിന്നാണ്. ഓക്കെ, പ്രൊഡക്ഷൻ എവിടുന്നാണ്, പ്രൊഡക്ഷനെ പറ്റി നിങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ എവിടേക്കാണ് നോക്കുക? പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ, വ്യക്തികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പോയിന്റിൽ നിന്നാണ് ഇപ്പോൾ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റുകൾ എന്ന് പ്രധാനമായിട്ടും മാർക്സ് പറയുന്ന ഈ രണ്ട് പേരാണ്. റിക്കാർഡോവും ആഡം സ്മിത്തുമാണ് രണ്ട് പൊളിറ്റിക്കൽ എക്കോണമിസ്റ്റുകളായിട്ട് മാർക്സ് കാണുന്നത്. പ്രധാനപ്പെട്ട അന്നത്തെ ഏറ്റവും ഒരുപക്ഷെ ഈ ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയുന്ന ക്യാപിറ്റലിസത്തിൻ്റെ ബലതന്ത്രങ്ങൾ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച് മാർക്സിന് മുമ്പ് മുന്നോട്ട് വെച്ചത് ഈ റിക്കാർഡോവും അതുപോലത്തെ സ്മിത്തും ഒക്കെയാണ്. ഈ മൂല്യത്തെ പറ്റിയുള്ള പഠനവും ലേബർ തിയറി ഓഫ് വാല്യൂ ഒക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പം മാർക്സ് അതിനോടുള്ള വിമർശം എന്ന രീതിയിൽ പറയുന്നത് അവർക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിൽ നിന്നാണ് തുടങ്ങുന്നത്, വ്യക്തിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് വ്യക്തികൾ അവരുടെ ചില ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തു. വളരെ സിമ്പിളാണ്. ഓക്കെ, നിങ്ങളുടെ ശാരീരികമായ ജൈവശാസ്ത്രപരമായ ചില ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വ്യക്തികൾ ഈ പറഞ്ഞ ഉൽപ്പാദന പ്രക്രിയയിൽ ഏർപ്പെട്ടു. ഉൽപ്പാദനം തുടങ്ങുന്നത് ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്ന് തുടങ്ങാം. ഉൽപ്പാദനം പറ്റിയുള്ള നിങ്ങൾ ഒരു സിദ്ധാന്തം തുടങ്ങേണ്ടത് ഈ വ്യക്തികളിൽ നിന്നാണ്. ഇതിനെയാണ് മാർക്സ് പ്രശ്നവത്താക്കുന്നത്. ഈ ഒരു ആശയത്തെ മാർക്സ് പിടിക്കുകയാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഈ തുടക്കം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. മാർക്സിൻ്റെ
ഇതിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ഇൻഡിവിജ്വൽ, അതായത് ദ ഒബ്ജക്റ്റ് ബിഫോർ അസ് ടു ബിഗിൻ വിത്ത് ഈസ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ. തുടങ്ങുന്നത് എങ്ങനെയാണ്? മെറ്റീരിയൽ പ്രൊഡക്ഷനാണ് നമ്മുടെ മുമ്പിലെ പ്രശ്നം. ഓക്കെ, ഭൗതിക ഉൽപ്പാദനമാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസിങ് ഇൻ സൊസൈറ്റി, ഹെൻസ് socially determined individuals production is of course the point of departure. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുക? ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ സ്മിത്തും റിക്കാർഡോവും ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമിസ്റ്റുകൾ എന്താ ചെയ്തത്? മാർക്സിൻ്റെ വിമർശനം ഇതാണ്: സ്മിത്ത് ആൻഡ് റിക്കാർഡോ സ്റ്റിൽ സ്റ്റാൻഡ് വിത്ത് ബോത്ത് ഫീറ്റ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ദ 18th century prophets, in whose imagination this 18th century individual, the product on one side of the dissolution of the feudal forms of society, on the other side of the new forces of production developed since the 16th century, appears as an ideal whose existence they project into the past. ഒരു പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമി നിൽക്കുന്നത് തന്നെ 18th സെഞ്ച്വറിയിലെ 18ാം നൂറ്റാണ്ടിലെ ചില പ്രവാചകരുടെ തോളിലാണ് എന്നാണ്. ഓക്കെ, ഓൺ ദ ഷോൾഡേഴ്സ്, ബോത്ത് ദെയർ ഫീറ്റ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ദ 18th century. അവിടെ ആ 18th century പ്രോഫറ്റ്സ് എന്ന് മാർക്സ് ആരെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ അത് ബാക്കി ഭാഗങ്ങൾ ക്ലിയറാണ്. റൂസോ ആണ് അതിൽ പ്രധാനപ്പെട്ട ഒരാൾ. റൂസോൻ്റെ സോഷ്യൽ കോൺട്രാക്റ്റ് എന്നുള്ള ആശയം, സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നുള്ള ആശയം, ഇതൊക്കെയാണ് അവിടെ റെഫർ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ബാക്കി ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അതായത് മാർക്സ് പറയുന്നത് എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? റൂസോ അതുപോലെയുള്ള ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറി, അതുപോലെ ഈ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച ആളുകളൊക്കെ പറഞ്ഞൊരു കാര്യം ഇതാണെന്നാണ് മാർക്സിൻ്റെ വാദം. അതായത് പ്രകൃത്യാൽ തന്നെ കുറേ വ്യക്തികളുണ്ട്. ഓക്കെ, പ്രകൃത്യാൽ, ബൈ നേച്ചർ, നേച്ചറിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തികളെ കാണാം. ഈ വ്യക്തികൾ എന്താണ്? ഈ വ്യക്തികൾ ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസാണ്, സ്വയം നിർണ്ണയിക്കാൻ കഴിയുന്ന ഇൻഡിവിജ്വൽസാണ്. അവർക്ക് ഓട്ടോണമിയുണ്ട്, കർത്തൃത്വമുണ്ട്, ഏജൻസി എന്ന് പറയുന്നത്. ഇതൊക്കെയുള്ള വ്യക്തികളെ നിങ്ങൾ പ്രകൃതിയിൽ തന്നെ ഉള്ള ആളുകളുണ്ട്. പിന്നീട് അവർ ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണല്ലോ അതിൻ്റെ തിയറി എന്ന് പറയുന്നത്. അപ്പം മാർക്സ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ പ്രശ്നം. അതായത് നിങ്ങൾ വ്യക്തിയെ എങ്ങനെയാണ് കാണുക? ആരാണ് ഈ വ്യക്തി? എന്താണ് വ്യക്തി എന്നുള്ളതാണ് മാർക്സിൻ്റെ ഒരു ചോദ്യം. മാർക്സ് പറയുന്നത് വ്യക്തി എന്ന് പറയുന്നത് 18ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള സംഗതിയാണ്. ഇപ്പോൾ ഫൂക്കോക്കെ പറയുന്ന പോലെ മാൻ ഈസ് എ റീസെൻറ്റ് ഡിസ്കവറി എന്നാണ് ഫൂക്കോൻ്റെ വാദം. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സമീപകാല കണ്ടുപിടുത്തമാണ് എന്ന് പറയുന്ന പോലെ മാർക്സ് വേണമെങ്കിൽ പറയാം വ്യക്തി എന്ന് പറയുന്നത് വളരെ സമീപകാലത്തെ ഒരു കണ്ടുപിടുത്തമാണ്. 18th century. മാർക്സ് ഏത് കാലത്താണ് പറയുന്നത് എന്നുള്ളത് ഇപ്പോഴും പറയുന്നതല്ല. 18th century ഇൻഡിവിജ്വൽ എന്നാണ് ആ സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇൻ ഹൂസ് ഇമാജിനേഷൻ, അതായത് ഈ പറഞ്ഞ പ്രോഫറ്റുകളുടെ ഇമാജിനേഷനിൽ ദിസ് 18th century ഇൻഡിവിജ്വൽ, 18ാം നൂറ്റാണ്ടിലെ വ്യക്തി, ആ വ്യക്തി എങ്ങനത്തെ വ്യക്തി? ആ വ്യക്തി രൂപപ്പെട്ടു വന്നത് 2 പ്രോസസ്സാണ് മാർക്സ് പറയുന്നത്. ഒന്ന്, ഫ്യൂഡൽ ബന്ധങ്ങളുടെ തകർച്ച. 2, 16ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിട്ടുള്ള പുതിയ ഉൽപ്പാദന ശക്തികളുടെ വളർച്ച. ഇതിലൂടെയാണ് വ്യക്തി രൂപപ്പെട്ടത്. അപ്പോൾ വ്യക്തി എന്ന് പറയുന്നത് ഒരു സോഷ്യലായിട്ടുള്ള സാധനം, അല്ലാതെ നാച്ചുറൽ അല്ല. അത് മാർക്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണിത്. വ്യക്തി ഒരു നാച്ചുറൽ അനിമൽ അല്ല. ഓക്കെ, ഒരു പ്രകൃതിയിലെ ജീവിക്കുന്ന എന്താ പറയുക, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പിന്നെ മൃഗമല്ല, ഒരു നാച്ചുറൽ അനിമൽ അല്ല. അതൊരു സോഷ്യൽ അനിമലാണ്. അത് നിങ്ങൾ ചരിത്രത്തിൻ്റെ ഉള്ളിൽ മാത്രമേ വ്യക്തിയെ കാണാൻ പറ്റൂ. ചരിത്രത്തിന് പുറത്ത് സ്വാഭാവികമായി ഒരു വ്യക്തിയുണ്ട് എന്ന് ധരിക്കുന്നവരെന്താ ചെയ്യുന്നത്? സത്യത്തിൽ അവർ ചെയ്യുന്നത് 18th centuryയുടെ ഉണ്ടായിട്ടുള്ള ഇൻഡിവിജ്വലിനെ പുറകിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഐഡിയൽ, അതാണ് പറയുന്നത്. ഐഡിയൽ ഹൂസ് എക്സിസ്റ്റൻസ് ദേ പ്രൊജക്റ്റ് ഇൻ ടു ദ പാസ്റ്റ്. ഇപ്പോൾ ഉള്ളത് മുമ്പുണ്ടായിരുന്നു എന്ന് വിചാരിക്കലാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ കാണുന്നത് മുമ്പുണ്ടായിരുന്നു എന്ന് കാണുന്ന ഒരു രീതിയാണത്.
പാസ്റ്റിലേക്ക് ഭൂതത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം പ്രസൻറ്റിനെ. ഇതാണ് ഇതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ വ്യക്തിയിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നത് ആ തുടക്കം തന്നെ പഴച്ചു പോവുകയാണ്. ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമിയുടെ തുടക്കം തന്നെ പഴച്ചു പോവുകയാണ്. കാരണം അത് തുടങ്ങുന്നത് ഇങ്ങനെ ഒരു 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 വിചിത്രമായ അത് വീണ്ടും മാർക്സ് അതിനെ റോബിൻസൺ ക്രൂസോ ആയിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട് ഇതിൽ. നിങ്ങളത് വായിച്ചാൽ അറിയാം. റോബിൻസൺ ക്രൂസോൻ്റെ കഥ നമ്മൾ കഴിഞ്ഞ ഇതിൽ സംസാരിച്ചതാണ്. ഒരു ഐലൻഡിൽ ഒറ്റയ്ക്ക് വരികയും എങ്ങനെയോ അയാൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ കഥ. ഒരു കപ്പൽ ഛേദം സംഭവിച്ച് ഒരു ദ്വീപിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സംഗതി, ഒരു സിറ്റുവേഷനെ യഥാർത്ഥത്തിലുള്ള സിറ്റുവേഷനായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് മനുഷ്യരൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത് എന്ന് വിചാരിക്കലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. അപ്പോൾ ക്ലിയർ ആണോ? അപ്പം ഇതാണ്. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? നാച്ചുറലൈസേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ എന്നുള്ളതാണ്. ഇൻഡിവിജ്വലിനെ നാച്ചുറലൈസ് ചെയ്യുക. സത്യത്തിൽ അത് സോഷ്യലായിട്ടുള്ളതാണ്, പക്ഷെ അതിനെ നാച്ചുറലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നാച്ചുറലിസം ആണ് ഈ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമിയുടെ ഒരു ആശയപരമായ അടിത്തറ, അതിൻ്റെ രീതിശാസ്ത്രപരമായ ഒരു അടിത്തറ എന്ന് വേണമെങ്കിൽ പറയാം. മെത്തഡോളജിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം എന്താ അവിടെ സംഭവിക്കുന്നത്? വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഈ ഒരു 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 വിചിത്രമായ ഭാവനയാണ് അവിടെ വരുന്നത്. എന്താ ഒരു 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 അസംബന്ധ കൽപ്പനയാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു നാച്ചുറൽ സൊസൈറ്റി, വേറെ രീതി പറഞ്ഞാൽ മോഡേൺ സൊസൈറ്റി ഓഫ് ഏൻഷ്യൻ്റ് ഇൻഡിവിജ്വൽസ് എന്നുള്ള സങ്കല്പം പോലെ ഒന്ന്. അതായത് ഏൻഷ്യൻ്റ് സൊസൈറ്റി ഓഫ് മോഡേൺ ഇൻഡിവിജ്വൽസ് അല്ലേ. ഇൻഡിവിജ്വൽസ് മോഡേൺ ആണ്, ആധുനികമായി. അതായത് 18th സെഞ്ച്വറിയിൽ രൂപപ്പെട്ടു വന്ന ഇൻഡിവിജ്വൽസ് ഏൻഷ്യൻ്റായിട്ട് ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുകയാണ്. ആധുനിക മനുഷ്യരുടെ ഒരു പ്രാകൃത സമുദായം എന്നുള്ളൊരു സങ്കല്പത്തിൽ നിന്നാണ്, ആ ഒരു ഇമാജിനേഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ അത് ആ അഭിപ്രായം അല്ലെങ്കിൽ അതൊരു തിയറിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള റൂസോനെ പോലെയുള്ള 18ാം നൂറ്റാണ്ടിലെ പ്രവാചക തുല്യരായ ചിന്തകരുടെ തോളിലാണ് ഈ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമി നിൽക്കുന്നത് എന്നാണ് മാർക്സിൻ്റെ ഒരു വിമർശനം. മാർക്സ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ഇത് ഞാൻ നോക്കിയപ്പോൾ ഇതിൽ 3 ആശയങ്ങൾ പ്രധാനമാണ്. ഓക്കെ, വ്യക്തിയെക്കുറിച്ചുള്ള 3 ആശയങ്ങൾ ഈ ഗ്രുണ്ടൽസയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ മാർക്സ് മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, ഈ 18ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ടു വന്ന സിവിൽ സമൂഹത്തിലാണ് വ്യക്തി ഉണ്ടാകുന്നത് എന്നുള്ള ആശയം. സിവിൽ സൊസൈറ്റി. സിവിൽ സൊസൈറ്റിയെ പറ്റി നമ്മൾ മുമ്പ് സംസാരിച്ചു. എന്താണ് സിവിൽ സൊസൈറ്റി എന്നുള്ളത് പറഞ്ഞു. 18ാം നൂറ്റാണ്ടോടുകൂടി ഈ ഉൽപ്പാദന ബന്ധങ്ങളുണ്ടല്ലോ, മനുഷ്യർ തമ്മിലുള്ള ഉൽപ്പാദനം, സ്വത്തുടമ ബന്ധങ്ങൾ ഒക്കെ, ഇതൊക്കെ സ്റ്റേറ്റിൽ നിന്ന് വേർപെടുകയും ഒരു പ്രത്യേക മണ്ഡലമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെയാണ് നമ്മൾ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന സ്റ്റേറ്റ് അല്ല, വ്യക്തികൾ, അതായത് സ്വകാര്യ വ്യക്തികൾ, അതായത് സ്വത്തോടമ ബന്ധം ഉണ്ടാവുന്നു. അങ്ങനെ ആളുകൾക്ക് കർത്തൃത്വം ഉണ്ടാവുക. അതായത് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നത് എൻ്റെ ഉൽപ്പാദനമായി മാറുക, എൻ്റെ ഒരു പ്രവൃത്തിയായിട്ട് മാറണമെങ്കിൽ എനിക്ക് അതിൻ്റെ മുകളിൽ അധികാരം ഉണ്ടാവണം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിയന്ത്രണം ഉണ്ടാവണം. അപ്പം എന്ത് വേണം? അവിടെ സ്വത്ത് എന്ന് പറയുന്നത്, സ്വത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സ്വന്തം എന്നുള്ളതാണ്. ഈ സ്വന്തം എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളിടത്ത് മാത്രമാണ് സ്വത്ത് എന്ന് പറയുന്ന ഒന്നുണ്ടാകുമ്പോഴാണ് വ്യക്തി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി തന്നെ ഉണ്ടാവും. വ്യക്തി എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റിയാണ് അർത്ഥത്തിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ മുകളിൽ, ഭൂമിയുടെ മുകളിൽ, വസ്തുവകകളുടെ മുകളിൽ നിങ്ങൾക്ക് അധികാരം ഉണ്ടാവുക, അവകാശം ഉണ്ടാവുക, റൈറ്റ് ഉണ്ടാവുക. ഈ ഉണ്ടാവുന്ന ഈ ഒരു അവസ്ഥാവിശേഷമാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ സൊസൈറ്റി മുമ്പില്ല. സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, അതായത് ഈ സ്റ്റേറ്റിൽ നിന്ന് വേർപെട്ട ഒരു സിവിൽ സമൂഹം ഉണ്ടായി വരിക എന്നുള്ളത് 18ാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോഴേ വ്യക്തി ഉണ്ടാവുന്നു. വ്യക്തി ആ ഒരു കാലഘട്ടത്തിനുള്ളിലാണ് വ്യക്തി എന്ന് പറയുന്ന ഒരു ഒരു ജീവി ഉണ്ടാവുന്നത് എന്നുള്ളതാണ് വ്യക്തിയെ പറ്റിയുള്ള മാർക്സിൻ്റെ ഒരു കാഴ്ചപ്പാട്. രണ്ടാമത് മാർക്സ് പറയുന്നൊരു കാര്യം, മനുഷ്യനൊരു ഗ്രിഗേറിയസ് അനിമലാണ് എന്നുള്ളൊരു ആശയം. ഗ്രിഗേറിയസ് അനിമൽ എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് പറയാം,
പറ്റം ചേർന്ന് ജീവിക്കുന്ന മറ്റും ജീവികളുമായിട്ട് കൂടിച്ചേർന്ന് ജീവിക്കുന്ന ഒരു ഗ്രിഗേറിയസ് അനിമലാണ് എന്നുള്ള ആശയത്തിൽ മാർക്സ് വരുത്തുന്ന ഒരു പ്രത്യേകത ഒരു ഇതെന്ന് പറയുന്നത്, മനുഷ്യനൊരു പൊളിറ്റിക്കൽ അനിമലാണ്. സാധാരണ നിലയ്ക്ക് പറയുന്ന പോലെ പൊളിറ്റിക്കൽ ഒരു പോളിറ്റിയുടെ ഉള്ളിൽ ഒരു ജീവിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. പക്ഷെ അത് പറ്റം ചേർന്ന് ജീവിക്കുന്ന ജീവി മാത്രമല്ല. മനുഷ്യർ എല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുന്നു. ഇപ്പം ഈ പറ്റം ചേർന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചില ജീവികളുടെ സ്വഭാവമായിട്ടാണ് നമ്മൾ പറയാം അല്ലേ, ഉറുമ്പുകൾ അല്ലെങ്കിൽ വേറൊരു ജീവികൾ പറ്റത്തിലേക്ക് ജീവിക്കുക, ഒരു പറ്റം ചേർന്ന് ജീവിക്കുക. ആ ഗ്രിഗേറിയസ് എന്ന് പറയുന്നതുകൊണ്ട് ഈ പറ്റം ചേർന്ന് ജീവിക്കുന്നു എന്നുള്ളത് ആണ് സാധാരണ നമ്മൾ അർത്ഥമാക്കുന്നതെങ്കിൽ, മാർക്സ് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. സമൂഹത്തിനുള്ളിൽ മാത്രം വ്യക്തിയാവാൻ കഴിയുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ എന്നാണ്. ഒരു പറ്റം ചേർന്ന് ജീവിക്കില്ല, ഒരു പറ്റത്തിനുള്ളിൽ മാത്രം നിങ്ങൾക്ക് വ്യക്തിയാവാൻ പറ്റും. വ്യക്തി നാച്ചുറലി ആവാൻ പറ്റില്ല ഒരാൾക്ക്. ഇത് വളരെ ഒരു വലിയൊരു ഇൻസൈറ്റാണ് മാർക്സിൻ്റെ. നാച്ചുറലി ഒരാൾക്ക് വ്യക്തിയാവാൻ പറ്റില്ല, ഒരു സൊസൈറ്റിയുടെ ഉള്ളിലാണ്. ഞാനത് വായിക്കാം, ആ മാർക്സിൻ്റെ ആ ഭാഗം. അതിൽ ദ ഹ്യൂമൻ ബീയിങ് ഈസ് ഇൻ ദ മോസ്റ്റ് ലിറ്ററൽ സെൻസ് എ പൊളിറ്റിക്കൽ അനിമൽ, നോട്ട് മിയർലി എ ഗ്രിഗേറിയസ് അനിമൽ, ബട്ട് an animal which can individuate itself only in the midst of society. വളരെ ക്ലിയറാണ്, യാതൊരു സംശയമില്ലാത്ത രീതിയിൽ, അവ്യക്തതയൊന്നും ഇല്ലാത്ത ഒരു പ്രസ്താവമാണ് മാർക്സിൻ്റെ. ഒന്നുകൂടി വായിക്കാം. ദ ഹ്യൂമൻ ബീയിങ് ഈസ് ഇൻ ദ മോസ്റ്റ് ലിറ്ററൽ സെൻസ് എ പൊളിറ്റിക്കൽ അനിമൽ. അത് അരിസ്റ്റോട്ടിൽ ഉപയോഗിക്കുന്ന ആ വാക്ക് തന്നെ, ആ ഗ്രീക്ക് എക്സ്പ്രഷൻ തന്നെയാണ് മാർക്സ് ഈ ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നത്, പൊളിറ്റിക്കൽ അനിമൽ എന്നുള്ള വാക്ക്. നോട്ട് മിയർലി എ ഗ്രിഗേറിയസ് അനിമൽ, but an animal which can individuate itself only in the midst of society. സമൂഹ മധ്യത്തിൽ മാത്രം ഇൻഡിവിജ്വൽ ആവാൻ കഴിയുന്ന ഒരു ജീവി ആയിട്ടാണ് മാർക്സ് മനുഷ്യനെ കാണുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, പ്രൊഡക്ഷൻ ബൈ an isolated individual outside society is as much an absurdity as is the development of language without individuals living together and talking to each other എന്നാണ്. ഒരു അനാലജി അവിടെ അവതരിപ്പിക്കുകയാണ്, മനോഹരമായ ഒരു അനാലജിയാണ്. നിങ്ങളൊരു ഭാഷയെപ്പറ്റി സംസാരിക്കുമ്പോൾ മനുഷ്യർ തമ്മിൽ സംസാരിക്കുക എന്നുള്ള, പരസ്പര വിനിമയം നടക്കുക എന്നുള്ളത്, ആ ഒരു ആസ്പെക്റ്റിനെ മാറ്റി വെച്ചുകൊണ്ട് ഭാഷയെപ്പറ്റി സംസാരിക്കുന്ന പോലെയാണ് ഐസൊലേറ്റഡ് ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നത്. ഐസൊലേറ്റഡ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റപ്പെട്ടുള്ള അല്ലേ, ഒറ്റപ്പെട്ട ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള ആശയം ഒരു അസംബന്ധമാണ്. സംസാരമില്ലാതെ ഭാഷയുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. ആളുകൾ തമ്മിലുള്ള സംസാരവും വിനിമയവും ഇല്ലാതെ ഒരു ഭാഷയെപ്പറ്റി നിങ്ങൾ സങ്കല്പിക്കുന്ന പോലെ. അങ്ങനെ ഒരു ഭാഷയില്ലല്ലോ. ഭാഷ എന്ന് പറയുമ്പോൾ ഓൾറെഡി അത് മനുഷ്യർ തമ്മിൽ സംസാരിക്കുകയും വിനിമയം ചെയ്യുകയും ചെയ്യുന്ന അതിനെയാണ് നിങ്ങൾ ഭാഷ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഭാഷയുടെ സ്ട്രക്ചറിനെയും അതിൻ്റെ ഡെവലപ്മെൻറ്റിനെയും മനുഷ്യർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്ന് അടർത്തി മാറ്റി സംസാരിക്കുന്നത് പോലെ ആയിരിക്കും നിങ്ങൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് നടത്തുന്ന ഒരു പരിപാടിയാണ് എന്ന്, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഏർപ്പെടുന്ന ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ ഉൽപ്പാദനം എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ അസംബന്ധമാണ് എന്നാണ് മാർക്സിൻ്റെ ഒരു അനാലജി, അവിടെ ഒരു ഉദാഹരണമായിട്ട് ആ അനാലജിയും വളരെ പ്രധാനമാണ്. അപ്പം രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഒന്ന്, 18th സെഞ്ച്വറിയിൽ ഉണ്ടായിട്ടുള്ള സിവിൽ സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്. അതിനുള്ളിൽ മാത്രമാണ് നിങ്ങൾക്ക് വ്യക്തിയെ കാണാൻ പറ്റും. അതിന് മുമ്പ് വ്യക്തിയില്ല. അപ്പം അടിമ വ്യക്തിയല്ല. അല്ലെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പ്രാകൃത സമുദായങ്ങളിലൊന്നും വ്യക്തികളില്ല. കാരണം ഒന്നാമത്തെ കാര്യം എന്താണ്, നിങ്ങളുടെ ശരീരം പോലും നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾക്ക് സ്വത്തുടമ ബന്ധമില്ല. അപ്പോൾ ഈ സ്വത്തുടമ എന്ന് പറഞ്ഞാൽ അവകാശമില്ല. അപ്പോൾ വ്യക്തിയാവുന്ന ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ, ഈ പറഞ്ഞ ബന്ധങ്ങളുടെ അകത്ത് മാത്രമാണ് നിങ്ങൾ വ്യക്തിയാവുന്നത്. ഈ ബന്ധങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുന്നത്? അത് സിവിൽ സമൂഹത്തിലാണ് ഉണ്ടാകുന്നത്. സിവിൽ സമൂഹം എപ്പോഴാണ് ഉണ്ടാകുന്നത്? 18ാം നൂറ്റാണ്ടിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഓക്കെ, അല്ലെങ്കിൽ 16ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള പുതിയ ഉൽപ്പാദന ശക്തികളുടെ വളർച്ചയിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ വ്യക്തി എന്ന് വിളിക്കേണ്ടത്. ഈ വ്യക്തിയെ പണ്ടേ നിലനിന്നിരുന്നു എന്ന് തലതിരിഞ്ഞ ചിന്തയാണ് വാസ്തവത്തിൽ പൊളിറ്റിക്കൽ എക്കോണമിയുടെ തുടക്കം. ആ തുടക്കത്തിൽ തന്നെയാണ് മാർക്സ് ആദ്യം അതിൽ പിടിക്കുന്നതർത്ഥം. അതിനെ പ്രോബ്ലമാറ്റൈസ് ചെയ്യുകയാണ്, അതിനെ പ്രശ്നവൽക്കരിക്കുകയാണ്. ആവർത്തിച്ച് ഈ ടെക്സ്റ്റിൽ കാണാൻ കഴിയുന്നത് ഈ ബിഗിനിങ് എന്നുള്ളൊരു പ്രശ്നമാണ്. ഇവിടുന്ന് തുടങ്ങും എന്നുള്ളത് രീതിശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ് അത്. അതുകൊണ്ട് ഈ ടെക്സ്റ്റ് പ്രധാനമായിട്ടും
ഒരു മെത്തഡോളജിയെക്കുറിച്ചാണ്, ഒരു 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 സാമ്പത്തിക ശാസ്ത്രം, സാമ്പത്തിക വിമർശനത്തിൻ്റെ മെത്തഡോളജി എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചാപ്റ്ററാണ് ഒരു പക്ഷേ ഇത് എന്നത്. മൂന്ന് കാര്യങ്ങളാണല്ലോ പറഞ്ഞത്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഒന്ന് ഈ പറഞ്ഞ 18ാം നൂറ്റാണ്ടിലെ ഇതാണെന്ന്, രണ്ടാമത് ഗ്രിഗേറിയസ് അനിമൽ എന്നുള്ള ഇത്, മൂന്നാമത് ഈ ഭാഷ എന്ന് പറയുന്ന ഒരു അനാലജിയിലൂടെ ഇത് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി വ്യക്തിയിൽ നിന്നല്ലാതെ മറ്റൊരു രീതിയിലുള്ള തുടക്കം, പല തുടക്കങ്ങൾ നോക്കുകയാണ്. ഇങ്ങനെ വ്യക്തിയിൽ നിന്ന് തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള അബദ്ധമുണ്ട്. ഓക്കെ. രണ്ടാമത് നിങ്ങൾ ഉൽപ്പാദനത്തിൻ്റെ ഒരു ഒരു ജനറാലിറ്റിയിൽ നിന്ന് തുടങ്ങുക, ജനറൽ ആയിട്ടുള്ള ഒന്നായിട്ട് തുടങ്ങുക. അല്ലെങ്കിൽ സാമാന്യമായ സ്വഭാവം എന്താണ് ഉൽപ്പാദനത്തിൻ്റെ? ഇത് നമ്മൾ സാധാരണ നമ്മളൊക്കെ ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കുമ്പോൾ, ഒരു കാര്യത്തെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൻ്റെ സാമാന്യമായ സ്വഭാവം എന്താണ്. സാമാന്യമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അതിന് ഉണ്ടാകുന്ന ചില സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അല്ലേ? ഉൽപ്പാദനത്തെപ്പറ്റി പഠിക്കുമ്പോൾ ഉൽപ്പാദനത്തിന് എല്ലാ കാലത്തും ഉൽപ്പാദനത്തിന് എന്തൊക്കെ വേണം, എന്തൊക്കെ ഉണ്ടെങ്കിലാണെങ്കിൽ ഉൽപ്പാദനം, അപ്പോൾ അതിൻ്റെ സാമാന്യമായ ചില സ്വഭാവ വിശേഷങ്ങൾ നമ്മൾ ആദ്യം അവതരിപ്പിക്കുന്നു, അല്ലേ? ഒരു മാർക്സ് ഇതിൽ പറയുന്നൊരു കാര്യം, ഈ പ്രൊട്ടക്ഷൻ ഇൻ ജനറൽ എന്ന് പറയുന്നൊരു സാധനം ഇല്ല എന്നാണ്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണിതിൽ. സാമാന്യമായ ഉൽപ്പാദനം എന്ന ഒന്നില്ല എന്ന് വളരെ ഖണ്ഡിതമായി മാർക്സ് പറയാം. അങ്ങനൊരു സംഗതി ഇല്ല. അത് ഒരു തെറ്റായ ധാരണയാണ്. ഒരു മെത്തഡോളജിയിൽ നിങ്ങൾ എപ്പോഴും മനുഷ്യർക്ക് പറ്റുന്നൊരു അബദ്ധം. ഇപ്പം പൊളിറ്റിക്കൽ എക്കോണമിയുടെ കാര്യത്തിൽ മാത്രമാണ് മാർക്സ് ഇത് പറയുന്നത്. പൊളിറ്റിക്കൽ എക്കോണമി എപ്പോഴും തുടങ്ങുന്നത് സാമാന്യമായ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് ഇന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ പ്രൊട്ടക്ഷൻ ഇൻ ജനറൽ എന്ന് പറയുന്നത് ഒരു അബ്സർഡ് ആയിട്ടുള്ള ഒരു ആശയമാണ് എന്നാണ് മാർക്സ് പറയുന്നത്. ഞാനത് വായിക്കാം, മാർക്സിൻ്റെ ആ സെൻറ്റൻസ് വായിക്കാം. Whenever we speak of protection, then what is meant is always protection at a definite stage of social development, protection by social individuals. However, all epochs of protection have certain common traits, okay, common characteristics. Protection in general is an abstraction. Okay, protection in general എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ഷനാണ്, അമൂർത്തതയാണ്, അല്ലേ? ഒരു അബ്സ്ട്രാക്ഷൻ മാത്രമാണ്. അങ്ങനൊരു സംഗതി ഇല്ല. കാരണം എല്ലാ പ്രൊട്ടക്ഷനും ഹിസ്റ്റോറിക്കലി സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ, സവിശേഷമായ ഉൽപ്പാദനം മാത്രമേ ഉള്ളൂ. അല്ലാതെ സാമാന്യമായ ഉൽപ്പാദനം എന്ന് പറയുന്ന ഒന്നില്ല. അതൊരു അബ്സ്ട്രാക്ഷൻ മാത്രമായിട്ട് നിലനിൽക്കും. അപ്പോൾ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമിക്സ് തുടങ്ങുമ്പോൾ എന്താണ് അതിൻ്റെ മറ്റൊരു ഈ തുടക്കത്തിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, അവർ തുടങ്ങുന്നത് ഈ സാമാന്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്. അപ്പോൾ എങ്ങനെയാണ് സാമാന്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പറയുകയാണ്, മാർക്സ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. മാർക്സ് പറയുന്നൊരു കാര്യം, പ്രൊഡക്ഷൻ എന്തൊക്കെയാണ് വേണ്ടത് എല്ലാ കാലത്തും, ഏത് കാലത്തായാലും മനുഷ്യർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തൊക്കെ വേണം? ഒന്ന്, ഉൽപ്പാദന ഉപകരണം വേണം. ഉൽപ്പാദിപ്പിക്കാൻ എന്തെങ്കിലും ഉപകരണം വേണം. അതിന് കയ്യെങ്കിലും വേണം, അല്ലേ? കയ്യെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ. ഇപ്പോൾ ഈ കൈ എന്ന് പറയുന്നത് ഏറ്റവും മിനിമലായിട്ട് എടുത്താൽ, മറ്റ് ടൂളൊന്നും ഇല്ലെങ്കിലും കൈ കൊണ്ടാണ് നിങ്ങൾ അധ്വാനിക്കുക. കയ്യിനെ അധ്വാനത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് എടുക്കാതെ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറയാം, അധ്വാനം എന്ന് പറഞ്ഞാൽ ഉപകരണം എപ്പോഴും സാമാന്യമായ തലത്തിൽ നോക്കുകയാണെങ്കിൽ കൈകൾ വേണം. പിന്നെന്താ വേണ്ടത്? പിന്നെ മാർക്സ് പറയുന്നത് സ്റ്റോർഡ് അപ്പ് ലേബർ, മുൻകാല അധ്വാനം ഉണ്ടാവണം. മുൻകാല അധ്വാനം എന്ന് പറഞ്ഞാൽ ഈ കയ്യിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ചില വൈദഗ്ധ്യമൊക്കെ ഉണ്ടാവണം, അല്ലേ? കൈയാണ് നമ്മൾ അധ്വാന ഉപകരണമായിട്ട് ഇവിടെ എടുക്കുന്നതെങ്കിൽ, ഉൽപ്പാദന ഉപകരണമായിട്ട് എടുക്കുന്നതെങ്കിൽ അതിന് ചില വഴക്കങ്ങളുണ്ടാവണം, ചില ശീലങ്ങളുണ്ടാവണം. മുൻകാല അധ്വാനം അതിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. സ്റ്റോർഡ് അപ്പ് ലേബർ, പാസ്റ്റ് ലേബർ. ഓക്കെ, ഭൂതകാലത്തിലുള്ള പഴയ കാലത്തെ അധ്വാനം, പഴയ കാലത്തെ വൈദഗ്ധ്യങ്ങൾ, നൈപുണ്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഈ ഉപകരണത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ വേണമെങ്കിൽ അതിനെ മൂലധനം എന്ന് പറയുകയാണെങ്കിൽ മൂലധനം വേണം എന്ന് പറയും. അപ്പോൾ നമ്മൾ സാമാന്യമായി ഉൽപ്പാദനത്തെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം 3 കാര്യങ്ങൾ വേണം നമ്മൾ പറയും. മൂലധനം വേണം, ഉപകരണം വേണം, ഈ പറഞ്ഞ പാസ്റ്റ് ലേബർ അല്ലെങ്കിൽ സ്റ്റോർഡ് അപ്പ് ലേബർ വേണം. നോക്കുമ്പോൾ ശരിയാണ്, ഈ കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, മാർക്സിൻ്റെ വാദം എന്താ വെച്ചാൽ, ഈ മൂലധനം എന്ന് പറയുന്നത് രൂപപ്പെട്ടു വന്നത് ഒരു പ്രത്യേക സവിശേഷ സാഹചര്യത്തിലാണ്. നമ്മൾ പറഞ്ഞു, ഈ
ക്യാപിറ്റൽ രൂപപ്പെടുന്നത് ഒരു പ്രത്യേക സവിശേഷമായ ഒരു സാമൂഹ്യ അവസ്ഥയ്ക്കുള്ളിലാണ് മൂലധനം എന്ന് പറയുന്നത് രൂപപ്പെട്ടു വരുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? മൂലധനം എന്ന് പറയുന്നത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ഒരു നാച്ചുറൽ ബന്ധമാണെന്ന് നമ്മൾ പറയേണ്ടി വരും. ഒരു അബദ്ധത്തിൽ വന്ന് ചാടും. ഓക്കെ, ഉൽപ്പാദനത്തിന് മൂലധനം ഉണ്ടായേ പറ്റൂ. ഓക്കെ, അപ്പോൾ മൂലധനം എന്നുള്ളതിനെ നമ്മൾ ഉൽപ്പാദനത്തിൻ്റെ ഒരു സാമാന്യമായ സ്വഭാവമായിട്ട് കാണുകയും മനുഷ്യർ ഏത് കാലത്തും ഉൽപ്പാദനം നടത്തുന്ന എല്ലാ മനുഷ്യരും ഏത് കാലത്തും പ്രകൃതിയുമായി ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. മൂലധനം എന്ന് പറയുന്നത് തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ് എന്ന അബദ്ധത്തിൽ നമ്മൾ ചെല്ലും. അപ്പോൾ മൂലധനം ഏത് സവിശേഷ സാഹചര്യത്തിലാണ് രൂപപ്പെട്ടു വന്നത് എന്നതിനെ മറയ്ക്കുന്ന രീതിയിൽ, അതിനെ മാച്ചു കളയുന്ന രീതിയിലൊരു സിദ്ധാന്തമായിരിക്കും നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. വേറൊരു ഉദാഹരണം കൂടി മാർക്സ് പറയുന്നത്, 2 ഉദാഹരണങ്ങളായാലും പ്രധാനമായിട്ട് പറയുന്നത്. മറ്റൊരു ഉദാഹരണം പറയുന്നത്, ഇപ്പം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അപ്രോപ്രിയേഷൻ വേണം. നിങ്ങൾ അപ്രോപ്രിയേറ്റ് ചെയ്യണം, വശപ്പെടുത്തണം ചില കാര്യം. ഓക്കെ, ഒന്നുകിൽ ഭൂമി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ വശത്താക്കുക എന്ന് പറയുന്നത് അല്ലേ, അപ്രോപ്രിയേറ്റ് ചെയ്യണം. അപ്പം അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് ഒരു ഉൽപ്പാദനത്തിൻ്റെ സാമാന്യമായൊരു സ്വഭാവമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ വശപ്പെടുത്തിയതിനെയാണ് നിങ്ങൾ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രോപ്പർട്ടി അല്ലേ, സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ സ്വത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ സ്വന്തം എന്നുള്ള ഇതുണ്ടായില്ല, സ്വന്തമാക്കൽ. അപ്പം സ്വന്തം സ്വത്തുണ്ടെങ്കിൽ മാത്രമേ ഉൽപ്പാദനമുള്ളൂ എന്നുള്ള തിയറിയിലേക്ക് നിങ്ങൾ പോകും. ഓക്കെ, പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഉൽപ്പാദനത്തിൻ്റെ അനിവാര്യവും സാമാന്യവുമായ ഒരു മാനമാണ് എന്നുള്ളൊരു സിദ്ധാന്തത്തിലേക്ക് നിങ്ങൾ പോകും. ഇതാണ് ഈ സാമാന്യതയിൽ നിന്ന് തുടങ്ങുന്ന സിദ്ധാന്തങ്ങളുടെ കുഴപ്പം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രൊഡക്ഷൻ ഇൻ ജനറൽ എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ഷൻ മാത്രമാണ്. അങ്ങനെ ഒരു സാധനമില്ല. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ രീതിയിൽ നടക്കുന്ന സംഗതി. അതിന് സാമാന്യത അതിന് ചില സൗകര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ ചില സിമിലാരിറ്റീസ് കണ്ടെത്താൻ. ഓക്കെ, മാർക്സ് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചില സൗകര്യങ്ങളുടെ പേരിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു സൗകര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അമൂർത്തവൽക്കരണം മാത്രമാണ് ഈ സാമാന്യത എന്ന് പറയുന്നത്. സാമാന്യതയിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നതും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വ്യക്തിയിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നതും ഈ 2 തുടക്കവും പഴിച്ചു പോകും എന്നാണ് മാർക്സിൻ്റെ ഒരു വാദം. പിന്നെ എങ്ങനെയാണ് ഈ അത്യധികം സങ്കീർണമായ ഈ ഉൽപ്പാദനം എന്ന് പറയുന്ന പ്രക്രിയയെപ്പറ്റി നിങ്ങൾക്കൊരു തിയറി ഉണ്ടാക്കാൻ കഴിയും? ചരിത്രം പറയാൻ പറ്റുമായിരിക്കും, പക്ഷേ തിയറി എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? ഈ ജനറലൈസേഷൻ ഇല്ലാതെ എങ്ങനെയാണ് അതിനെപ്പറ്റി തിയറി ഉണ്ടാക്കുന്നത്? മറ്റേ ചരിത്രമാണ് അല്ലേ, ഓരോ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് മനുഷ്യർ ഉൽപ്പാദിപ്പിച്ചത്. ഇതാണ് മാർക്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിട്ട് മാർക്സ് ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറയുന്നൊരു കാര്യം. അതിൽ ഇപ്പോൾ ഈ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റുകളും പൊതുവേ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും അവതരിപ്പിച്ചിട്ടുള്ള ഉൽപ്പാദനത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ള സിദ്ധാന്തങ്ങളിൽ മുഴുവനുള്ള ഈ സാമാന്യവൽക്കരണത്തിൻ്റെ ചില പ്രശ്നങ്ങളിലേക്ക് മാർക്സ് കിടക്കുന്നത്. അതാണ് ഈ ഇൻട്രൊഡക്ഷൻ്റെ ഒരു വലിയ ഭാഗം ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഉൽപ്പാദനത്തിന് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ സാധാരണ ആളുകൾ പറയാം ഉൽപ്പാദനം എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റ് 3 പ്രക്രിയകൾ കൂടി നടക്കുന്നുണ്ട്. ഒന്ന്, എവിടെ ഉൽപ്പാദനം ഉണ്ടാവണമെങ്കിലും അവിടെ ഉപഭോഗം ഉണ്ടാവണം, കൺസപ്ഷൻ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഉപഭോഗവും ഉൽപ്പാദനവും പരസ്പര ബന്ധിതമാണെന്ന് മാത്രമല്ല ഐഡൻറ്റിക്കലാണ് എന്നുള്ളതാണ് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമിസ്റ്റുകളും പൊതുവേ എക്കണോമിസ്റ്റുകളും പറയുന്നൊരു കാര്യം. കാരണം പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ കൺസപ്ഷൻ ഇല്ല, കൺസപ്ഷൻ ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇല്ല. ഓക്കെ, കൺസ്യൂം ചെയ്തില്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നൊരു സാധനമില്ല. അതുകൊണ്ട് ചിലരതിനെ കൺസംപ്റ്റീവ് പ്രൊഡക്ഷൻ എന്നോ പ്രൊഡക്റ്റീവ് കൺസപ്ഷൻ എന്നോ ഉപയോഗിക്കാറുണ്ട്. ഇത് മാർക്സ് തന്നെ സൂചിപ്പിക്കുന്നതാണ്. അതൊക്കെ ചില അവ്യക്തതകളുണ്ട്. മാർക്സിൻ്റെ പ്രയോഗമാണോ അതോ വേറൊരാളുടെ പ്രയോഗമാണോ എന്ന് അതിൽ കണ്ടറിയില്ല. അതായത് ഇത് തമ്മിൽ പരസ്പരം ഐഡൻറ്റിക്കലാണ്, പരസ്പരം താദാത്മ്യപ്പെട്ട 2 കാര്യങ്ങളാണ് എന്ന രീതിയിലാണ് നമ്മൾ കൺസപ്ഷനെയും പ്രൊഡക്ഷനെയും കാണാറ്. മാത്രമല്ല വിതരണം, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ എക്സ്ചേഞ്ച്, ഈ 4 കാര്യങ്ങളുണ്ട്. ഉൽപ്പാദനം, ഉപഭോഗം, വിതരണം, വിനിമയം, ഈ 4 കാര്യങ്ങളെ സാധാരണ നിലയ്ക്ക് പറയാറുള്ളത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടിയതാണ്. ഓക്കെ, സാമാന്യതയാണ് ആ ജനറാലിറ്റിയിൽ
ജനറലൈസേഷൻ എന്നുള്ള അർത്ഥത്തിൽ പ്രൊട്ടക്ഷൻ ഇൻ ജനറൽ എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഈ 4 കാര്യങ്ങളും കൂടി ഇതിനെയാണ് നമ്മൾ പ്രൊട്ടക്ഷൻ. മാർക്സ് ഇതിനെ വിമർശിക്കുകയാണ്, ഈ ഒരു പോയിന്റിനെ. അതായത് ഐഡൻറ്റിറ്റി തിസിസ് എന്ന് ഞാനിതിനെ തൽക്കാലത്തേക്ക് വിളിക്കുകയാണ്. ഒരു ഐഡൻറ്റിറ്റി തിസിസ് എന്നുള്ളതിന് പകരം ഒരു ടോട്ടാലിറ്റി തിസിസ് എന്ന് പറയുന്ന ഒന്ന് മാർക്സ് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഈ റീഡിങ്ങിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. മാർക്സ് ഇതിനൊരു ടോട്ടാലിറ്റി ആയിട്ട് കാണാൻ. ഓക്കെ, മൂലധനം അല്ലെങ്കിൽ ഉൽപ്പാദനത്തെ നിങ്ങളൊരു ടോട്ടാലിറ്റി ആയിട്ട് കാണുക. ടോട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഞാൻ ഒരു ഭാഗം മാർക്സ് ഇതിനെപ്പറ്റി പറയുന്ന ഒരു ഭാഗം ഒന്ന് പെട്ടെന്ന് വായിക്കാം. അത് ഇങ്ങനെയാണ്. ഈ പറഞ്ഞ ഇത് വളരെ വിശദമായി സൂക്ഷ്മമായി ഈ പറഞ്ഞ ബന്ധങ്ങൾ, ഇവ തമ്മിലുള്ള ബന്ധങ്ങൾ, ഇപ്പോൾ ഈ ഉൽപ്പാദനവും ഉപഭോഗവും വിതരണവും വിനിമയവും തമ്മിലുള്ള ബന്ധങ്ങളെ വിശദമായി ചർച്ച ചെയ്ത ശേഷം മാർക്സ് പറയുന്നത് ദ കൺക്ലൂഷൻ വി റീച്ച് ഈസ് നോട്ട് ദാറ്റ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസെപ്ഷൻ ആർ ഐഡൻറ്റിക്കൽ, ബട്ട് ദാറ്റ് ദേ ഓൾ ഫോം ദ മെമ്പേഴ്സ് ഓഫ് എ ടോട്ടാലിറ്റി, distinctions within a unity. Production predominates not only over itself in the antithetical definition of production but over moments as well. എന്നാണ് ഈ പാരഗ്രാഫ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫായിട്ട് ഒരു ഭാഗമായിട്ടിരിക്കുന്നു. എന്നാണ് ഞാനതൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. എന്താണ് ഈ ടോട്ടാലിറ്റി? മാർക്സ് പറയുന്ന ടോട്ടാലിറ്റി എന്താണ്? ഐഡൻറ്റിക്കൽ അല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കാം. പ്രൊഡക്ഷനും കൺസെപ്ഷനും, ഉൽപ്പാദനവും ഉപഭോഗവും. ഇത് ഒരു ടോട്ടാലിറ്റിയിലെ 2 മൊമെൻറ്റ്സ് ആയിട്ട് എടുക്കുക എന്നാണ് മാർക്സ് പറയുന്നത്. ഇത് ഐഡൻറ്റിക്കലായിട്ട് എടുക്കരുത്, അപ്പോൾ നമുക്ക് തെറ്റ് പറ്റിപ്പോകും എന്നാണ് മാർക്സിൻ്റെ വാദം. ഒരു ടോട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സമഗ്രത അല്ലെങ്കിൽ ഒരു സാകല്യം എന്ന് വേണേൽ വിളിക്കാം, അല്ലേ? ടോട്ടാലിറ്റി എന്നുള്ളതാണ്. ആകത്തുക എന്നുള്ളതല്ല. ആകത്തുക എന്ന് പറയുമ്പോൾ വേറെയും പ്രശ്നമുണ്ട്. എന്തായാലും ഒരു പല എലിമെൻറ്റ്സ് കൂടിച്ചേരുന്ന ഒരു വ്യവസ്ഥയെയാണ് നിങ്ങൾ ടോട്ടാലിറ്റി എന്ന് വിളിക്കുന്നതായിരിക്കാം. അത് വെറും ആകത്തുക മാത്രമല്ല. ആകത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എലിമെൻറ്റ്സിൻ്റെ ഒരു ആകത്തുക മാത്രമല്ല. ഓക്കെ, ആ ടോട്ടാലിറ്റിക്ക് ചില എഫക്റ്റ് ഉണ്ട്. ഓക്കെ, ഈ അതിൻ്റെ എലിമെൻറ്റ്സ് ആയിട്ട് ഇപ്പോൾ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എക്സ്ചേഞ്ചിനെയും കൺസെപ്ഷനെയും നിങ്ങൾ അതിൻ്റെ എലിമെൻറ്റ്സ് ആയിട്ട് എടുക്കുക, ഘടകങ്ങളായിട്ട് എടുക്കുക. ഓക്കെ, ഈ ഘടകങ്ങൾ എല്ലാം കൂടി പരസ്പര ബന്ധിതമായി ഉണ്ടാവുകയും ഉരുത്തിരിഞ്ഞു വരികയും അതിനൊരു ചലനശേഷി ഉണ്ടാവുകയും ചെയ്യുന്ന ഒന്നിനെയാണ് മാർക്സ് ടോട്ടാലിറ്റി എന്ന് വിളിക്കുന്നത്. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാൻ ശ്രമിക്കാതെ. അതായത് അതിൽ ഓരോ എലിമെൻറ്റ്സും ഇതൊരു ടോട്ടാലിറ്റി ആണെങ്കിൽ, ഇതൊരു സാകല്യമാണെങ്കിൽ അതിലുൾപ്പെടുന്ന സകലതും എന്നുള്ളതാണല്ലോ, സകലവും കൂടി ചേർന്നാണ് സാകല്യം എന്ന് പറയുന്നത്. അതിലുൾപ്പെടുന്ന സകലതും, അതിനുൾപ്പെടുന്ന അംശങ്ങൾ, എലിമെൻറ്റ്സ്, ഓരോ അംശവും ഈ ടോട്ടാലിറ്റിയുടെ ഉള്ളിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം നിർണ്ണയിക്കാൻ കഴിയുക. അത് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് ആ ടോട്ടാലിറ്റിയുടെ ഉള്ളിലാണ്. ഓക്കെ, ടോട്ടാലിറ്റിയുടെ പുറത്ത് നിന്നിട്ട് അതിനെ നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ടോട്ടാലിറ്റിയുടെ ഉള്ളിൽ മാത്രമാണ് ഇത് നിർണ്ണയിക്കപ്പെടുന്നത്. വേണമെങ്കിൽ മാർക്സ് തന്നെ ഇതിൽ കോട്ട് ചെയ്യുന്ന സ്പിനോസയുടെ ഒരു ആശയമുണ്ട്. ബെനഡിക്ട് സ്പിനോസ ഇമ്മനൻസ് എന്ന് പറയുന്ന ഒരു ആശയം. അന്തസ്ഥിതമാവുക എന്നാണ് ഇമ്മനൻസ് എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് നമ്മളൊരു ഒരു സെഷനിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ദൈവത്തെ പറ്റിയുള്ള സങ്കല്പം, നേച്ചറിൽ ദൈവമുണ്ട് എന്നുള്ള വാദം. അതായത് നേച്ചറിന് പുറത്തല്ല ദൈവം. ഓക്കെ, ക്രിയേറ്റർ ഗോഡ് അല്ല. നേരെ മറിച്ച് ഗോഡ് ഈസ് ഇമ്മനൻറ്റ്. ഓക്കെ, ഓർ ഗോഡ് ഈസ് ഫുള്ളി എക്സ്പ്രസ്ഡ് ഇൻ ദ വേൾഡ്. ഓക്കെ, അപ്പം ഗോഡും നേച്ചറും എന്നുള്ള ആ ദ്വന്ദ്വത്തെ, ലോകവും ദൈവവും പ്രപഞ്ചവും എന്നുള്ള ആൻഡ് റിലേഷനെ മാർക്സ് ഈ സ്പിനോസ ഓർ റിലേഷനായിട്ട് മാറ്റി എന്നുള്ളത് പറയാറുണ്ട്. രണ്ടൊന്നു തന്നെയാണ്. ഓക്കെ,
അതായത് ഈ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു പ്രിൻസിപ്പിൾ പ്രപഞ്ചത്തിന് പുറത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് മാർക്സ് ഈ സ്പിനോസയുടെ കോസാലിറ്റിയെ പറ്റിയുള്ളൊരു സങ്കല്പം എന്ന് പറയുന്നത്. പിന്നെ കോസ് എന്ന് പറയുന്നത് ഈ ഇഫക്റ്റിന് പുറത്തല്ല, ഇഫക്റ്റിലൂടെയാണ് കോസ് എന്നുള്ളതാണ് ആ കോസാലിറ്റിയെ പറ്റിയുള്ള സ്പിനോസയുടെ ഒരാശയം. അതിനെയാണ് ഇമ്മനൻസ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുക. ഇമ്മനൻസ് അതിൽ തന്നെയാണ് അതിൻ്റെ ന്യായം ഉള്ളത്, അതിന് പുറത്തല്ല. ഇതിനെയാണ് ഇമ്മനൻസ് എന്നുള്ള ചിന്ത. മാർക്സ് ഈ ടോട്ടാലിറ്റിയെ പറ്റിയുള്ള ആശയത്തിലെ ഈ ഇമ്മനൻസിൻ്റെ ഒരു യുക്തിയാണ് മാർക്സ് ഉപയോഗിക്കുന്നത്. അതായത് സ്പിനോസ പറയുന്ന ഒരു കാര്യം, എവ്രി ഡിറ്റർമിനേഷൻ ഈസ് എ നെഗേഷൻ. സ്പിനോസയുടെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമാണ് എത്തിക്സിലെ, എവ്രി ഡിറ്റർമിനേഷൻ ഈസ് എ നെഗേഷൻ. എല്ലാ നിർണയനങ്ങളും നിഷേധമാണ് എന്നാണ്. ഇത് ഹെഗലിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നെഗേഷൻ ഓഫ് ദ നെഗേഷൻ എന്നാണ് ഹെഗൽ അതിനെ പറയുക. സ്പിനോസ തന്നെ പറയുന്നൊരു ആശയമാണത്. അതായത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കസേര, ഇതൊരു കസേരയാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു ഡിറ്റർമിനേഷനാണ്, നിർണ്ണയിക്കുകയാണ്. അതെന്താണെന്ന് നിർണ്ണയിക്കുകയാണ്, അല്ലേ? അഫേം ചെയ്യാണ്. അതെന്താണെന്ന് ഞാൻ അഫേം ചെയ്യാണ്. എന്താണ് ഈ അഫർമേഷൻ? അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെഗേഷനാണ്. കാരണം കസേരയല്ല എന്നുള്ള അവസ്ഥ, അല്ലേ? ഇത് ഒരു കസേരയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കസേരയല്ല എന്നുള്ളതിനെ ഞാൻ നിഷേധിക്കുകയാണ്. ഓക്കെ, ഒരു ഒരു നോട്ട് എ നിഷേധിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് ഒന്നിനെ അഫേം ചെയ്യാൻ പറ്റൂ. ഓക്കെ, അഫേമിങ് എ മീൻസ് ഐ എം നെഗേറ്റിംഗ് നോട്ട് എ. നോട്ട് എ എന്ന് പറഞ്ഞാൽ നിഷേധമാണ്. ഓക്കെ, എ അല്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ അഫർമേഷനും നെഗേഷൻ ഓഫ് ദ നെഗേഷൻ, അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂ. ഇതാണ് സ്പിനോസയുടെ ഒരു രീതി എന്നത്. ഇത് തന്നെ ഹെഗലിലുള്ള നിഷേധത്തിൻ്റെ നിഷേധം എന്നൊക്കെ പറയുന്ന നെഗേഷൻ ഓഫ് ദ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരു കാര്യത്തെ, ഒരു ടോട്ടാലിറ്റിയുടെ ഉള്ളിൽ നിങ്ങളൊരു കാര്യത്തെ അഫേം ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ, ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ മാത്രമേ അതിന് അഫർമേഷൻ നടക്കൂ. അത് മറ്റൊന്നിനെ നിഷേധിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട്, അതിൽ എത്ര അംശങ്ങളുണ്ടോ, ഈ സാകല്യത്തിൻ്റെ ഉള്ളിലുള്ള അംശങ്ങളൊക്കെ പരസ്പര ബന്ധിതമാണ് എന്ന് മാത്രമല്ല പരസ്പര വിരുദ്ധവുമാവാം. ഓക്കെ, വിപരീതങ്ങളും ആവാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ പ്രൊഡക്ഷനും കൺസംഷനും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉണ്ടാക്കലാണ്, കൺസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കലാണ്. ഓക്കെ, ബീയിങ് ഇസ് ഇമ്മീഡിയറ്റ്ലി നത്തിങ്നെസ് എന്ന് ഹെഗൽ പറയും. ഒന്ന് ഉണ്ടാക്കലാണ്, വസ്തുവിനെ ഉണ്ടാക്കലാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നു, കൺസ്യൂം ചെയ്യുമ്പോൾ ഭക്ഷണം ഇല്ലാതാവും. ഓക്കെ, പരസ്പര വിരുദ്ധമായ, പരസ്പരം വൈപരീത്യമുള്ള വിപരീതങ്ങളാണ് ഉൽപ്പാദനവും ഉപഭോഗവും എന്ന് പറയുന്നത്. ഈ ഉൽപ്പാദനവും ഉപഭോഗവും എന്ന് പറയുന്നത് ഒരു ടോട്ടാലിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ടോട്ടാലിറ്റിയുടെ ഉള്ളിലെ രണ്ട് അംശങ്ങളാണ്. ഓക്കെ, രണ്ട് ഘടകങ്ങളാണ്. പരസ്പര വിരുദ്ധമായ രണ്ടും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു ഇതിനെയാണ് ഞങ്ങൾ ടോട്ടാലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഹെഗലിലാണ്, ഇപ്പോൾ സ്പിനോസയിലാണെങ്കിൽ സ്പിനോസ പറയുക ഈ ബീയിങ് എന്ന് പറയുന്നത് മോണിസ്റ്റിക് ആയിട്ട് മാത്രം, മോണിസം എന്നാണ് സ്പിനോസയുടെ ഇതിന് പറയുക. അതായത് ബീയിങ്ങിനെ നമുക്ക് ഏകമായിട്ടേ സങ്കല്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ. ഇപ്പം ബീയിങ്, ആയിരിക്കുക എന്നുള്ളതിനെ ഒരു ഏകമായിട്ട് മാത്രമേ സങ്കല്പിക്കാൻ പറ്റൂ എന്നാണ് സ്പിനോസയുടെ വാദമെങ്കിൽ, ഹെഗലിൽ വരുമ്പോൾ ഹെഗൽ പറയാം ഏകം എന്ന് പറയുന്നത് തന്നെ വൈരുദ്ധ്യം ആയിട്ടേ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് തന്നെ വിരുദ്ധമായ രണ്ട് കൂടിച്ചേരലാണ്. ഇതാണ് സാധാരണ ഇപ്പം സ്പിനോസയിലും ഉള്ള ഈ ഇമ്മനൻസിൻ്റെ ഒരു യുക്തി എന്ന് പറയുന്നത് തന്നെയാണ് ഹെഗലിൽ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ഒന്ന് വൈരുദ്ധ്യത്തിൽ ഫോക്കസ് ചെയ്യുന്നു. സ്പിനോസയിലാണെങ്കിൽ അത് ഈ ഏകം എന്നുള്ളതിൽ, മോണിസ്റ്റിക് ആയിട്ടുള്ളൊരു ചിന്തയിൽ ഫോക്കസ് ചെയ്യുന്നു. പക്ഷേ ഈ ലോജിക്ക് അതിലുണ്ട്. അപ്പോൾ മാർക്സ് എന്താ അവിടെ ചെയ്യുന്നത്? മാർക്സിന് ചിലപ്പോൾ ഇതിൽ കുറച്ചും കൂടി ചായ്വ് ഹെഗലിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനമായിട്ട് വരും. ചിലപ്പോൾ മാർക്സിൻ്റെ പിൽക്കാല കൃതികളിൽ ഹെഗലിൻ്റെ സ്വാധീനം ഇല്ല എന്നുള്ളൊരു റീഡിംഗ് ആണ് പൊതുവേ ഉള്ളത്. അൽത്തൂസർ അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് മാർക്സിൻ്റെ യൗവനകാലത്ത് ആദ്യകാല കൃതികളിലാണ് ഹെഗലിൻ്റെ ഒരു സ്വാധീനം, റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ചിന്തയുടെയും ഒരു ഹെഗേലിയൻ ആശയവാദത്തിൻ്റെയൊക്കെ ഒരു സ്വാധീനം മാർക്സിൻ്റെ ആദ്യകാല കൃതികളിലാണ് ഉള്ളത് എന്നാണ് അൽത്തൂസറിൻ്റെയൊക്കെ ഒരു വാദം. ഓക്കെ, മെച്യൂർ മാർക്സിൽ അതില്ല എന്നുള്ളതാണ്. പക്ഷേ
ഇങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ കൃത്യമായ ഒരു ഹെഗേലിയൻ ഒരു 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 സ്വാധീനം, ഹെഗലിൻ്റെ ചിന്തയോടുള്ള രീതിശാസ്ത്രപരമായ മെത്തഡോളജിക്കലായിട്ടൊരു ചായ്വ് വളരെ ക്ലിയർ ആവുന്നുണ്ട് ഈ ഗ്രൂണ്ടർസെ എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ. അത് ഞാൻ പറഞ്ഞത് ചിലപ്പം അൽത്തൂസർ പോലും ഇത് സീരിയസ് ആയിട്ട് വായിച്ചിട്ടുള്ളൊരു ടെക്സ്റ്റ് ആയിരിക്കില്ല ഈ പറഞ്ഞ സംഗതി. മാത്രമല്ല അത് വേറെയും കുറേ പലരും പറയുന്നുണ്ട്, ഏലിയനേഷൻ എന്ന് പറയുന്ന ആശയങ്ങളും ഒബ്ജക്റ്റിഫൈങ് എന്ന് പറയുന്ന ആശയമൊക്കെ മാർക്സിൻ്റെ ആദ്യകാല കൃതികളിൽ മാത്രമാണുള്ളത് എന്നൊക്കെയാണ് അൽത്തൂസറിനെ പോലുള്ള ആളുകൾ പറയുന്നെങ്കിൽ അതൊക്കെ വേറെ രീതിയിൽ ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ മാർക്സ് ഈ ക്യാപിറ്റലിന് മുമ്പ് എഴുതിയതായിട്ട് ഈ നോട്ട് ബുക്കുകളിലൊക്കെ കാണാൻ പറ്റും. മാർക്സ് വേറൊരു ക്യാപിറ്റലിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്താണ് ഹെഗലിനോട് ചെയ്യുന്നത്, ഹെഗലിനെ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് മാർക്സ് പറയുന്നത്. ഹെഗലിൽ അതിൻ്റെ മിസ്റ്റിക്കൽ ഷെല്ലിൽ നിന്ന് അതിൻ്റെ റാഷണൽ കേർണൽ പുറത്തെടുക്കുകയാണ് വേണ്ടത്. ഡിസ്കവറിങ് ദ റാഷണൽ കേർണൽ വിത്തിൻ ദ മിസ്റ്റിക്കൽ ഷെൽ എന്നാണ്. അതിൻ്റെ നിഗൂഢമായ പുറത്തോട് പൊട്ടിച്ച് അതിൻ്റെ പരിപ്പെടുക്കലാണ് വേണ്ടതാണ്, അല്ലേ? റാഷണൽ കേർണൽ എടുക്കുക, അതിൻ്റെ അന്തസത്ത എടുക്കുക, അതിൻ്റെ നിഗൂഢമായ മിസ്റ്റിക്കൽ ഷെല്ല് പൊളിച്ച് അതിൻ്റെ പരിപ്പെടുക്കലാണ് ഹെഗലിനോടുള്ള സമീപനം, ഹെഗലിനോടുള്ള വായന അങ്ങനെയാണ് വേണ്ടതെന്നാണ് മാർക്സ് ക്യാപിറ്റലിൽ പറയുന്നൊരു കാര്യം. ആ ഒരു പ്രോസസ്സാണ്, ആ ഒരു കാര്യമാണ് ഇവിടെ സത്യത്തിൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ മിസ്റ്റിക്കൽ ഷെല്ലിൽ നിന്ന് മാർക്സ് പുറത്തെടുക്കുന്ന ഹെഗലിൻ്റെ റാഷണൽ കേർണൽ ആണ് ഒരുപക്ഷെ ടോട്ടാലിറ്റി എന്നുള്ള ആശയം, ഈ ടോട്ടാലിറ്റി എന്നുള്ള സങ്കല്പം. ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പം ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കാൻ ശ്രമിക്കാം നമുക്ക്. ഈ ടോട്ടാലിറ്റി എന്നുള്ള ആശയത്തെ ഒന്നുകൂടി വ്യക്തമാക്കാൻ ശ്രമിക്കാം. ഒന്ന്, ടോട്ടാലിറ്റി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒന്നല്ല, ഓക്കെ, അത് ഡൈനമിക് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, എന്താണ് അതിൻ്റെ ഡൈനമിസം എന്നുള്ളതെന്ന് പറയാം. അതായത് പല അംശങ്ങൾ കൂടിച്ചേരുന്ന ഒരു നിശ്ചിതമായ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വ്യവസ്ഥയല്ല അത്. ഓക്കെ, അതിൽ വിപരീതങ്ങളുണ്ട്. ഓക്കെ, ഉൽപ്പാദനവും ഉപഭോഗവും വിപരീതങ്ങളാണ്. ഉൽപ്പാദനം എന്ന് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉപഭോഗം എന്ന് പറയുന്നത്. പക്ഷേ അത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെട്ട് നിൽക്കുകയും അത് ഈ സിസ്റ്റത്തെ ചലനാത്മകമാക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഈ ടോട്ടാലിറ്റിയെ തന്നെ ടോട്ടാലിറ്റി ഇൻ പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ടോട്ടാലിറ്റി ഇൻ പ്രോസസ്സ് മാർക്സ് തന്നെ പറയുന്നുണ്ട്, ക്യാപിറ്റലിനെ നിങ്ങളൊരു പ്രോസസ്സായിട്ടാണ് കാണേണ്ടത്. ഗ്രൂണ്ടർസയിൽ അതിനെ ഒരു സിസ്റ്റമായിട്ടല്ല കാണേണ്ടത്, എ സിസ്റ്റം ഇൻ പ്രോസസ്സ്. ഓക്കെ, ഒരു 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 എന്താ പറയുക, ടോട്ടാലിറ്റി ഇൻ പ്രോസസ്സ് എന്നുള്ള ആശയം, ഒരു ഡൈനമിക് ആയിട്ടുള്ളൊരു സിസ്റ്റം എന്നുള്ള ആശയം മാർക്സ് ഇതിൽ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനെനിക്ക് തോന്നിയിട്ടുള്ളത്. അതെന്താണെന്ന് ഒന്നുകൂടി നമുക്ക് പറയാം. അതെന്താണ് ഈ ടോട്ടാലിറ്റി ഇൻ പ്രോസസ്സ് എന്ന് പറയുന്നത്? ഓക്കെ, ഇപ്പം മാർക്സ് ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെ വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നി, വളരെ റിവീലിംഗ് ആയിട്ട് തോന്നിയത് മൊമെൻറ്റ്സ് എന്നുള്ള വാക്കാണ്. ഓക്കെ, ഘടകങ്ങൾ എന്നുള്ള വാക്കല്ല, ടോട്ടാലിറ്റിയിലെ ഘടകങ്ങൾ എന്നുള്ളതല്ല മാർക്സ് ഉപയോഗിക്കുന്നത്. എലിമെൻസിനെ സാധാരണ നമ്മൾ ഘടകങ്ങൾ എന്നല്ലേ പറയാം, എലിമെൻറ്റ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ എലിമെൻറ്റ്സ് എന്നുള്ള വാക്കാണ് സാധാരണ ഇപ്പോൾ സ്ട്രക്ചറലിസ്റ്റുകളൊക്കെ എലിമെൻറ്റ്സ് എന്നാണ് ഉപയോഗിക്കുക, ഒരു ഘടനയും അതിലെ ഘടനയിലെ ഘടകങ്ങളും. മാർക്സ് പക്ഷേ ഇതിനെ വിളിക്കുന്നത് മൊമെൻറ്റ്സ് എന്നാണ്. മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് കാലസൂചകമായ ഒരു വാക്കാണ്. മൊമെൻ്റ് എന്ന് പറയുന്ന ഒരു കാലത്തെ സൂചിപ്പിക്കും, ഗതിയുണ്ട് അതിൽ, സ്ഥിതി മാത്രമല്ല. അപ്പോൾ സത്യത്തിൽ ടോട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥിതിഗതികളുടെ ഒരു സാകല്യമാണ് എന്നാണ് ഞാൻ പറയാം. സ്ഥിതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിക്സ്ഡാണ്, സ്ഥിതി ചെയ്യുന്നു. ഗതി എന്ന് പറഞ്ഞാൽ പോക്കാണ്, മുന്നേറുകയാണ്, മൊമെൻ്റാണ്. മൊമെൻ്റ് എന്ന് പറയുന്നതിൻ്റെ ആ പോക്കുണ്ടത്, അല്ലേ, ആ ചലനാത്മകതയുണ്ട്. അപ്പോൾ മൊമെൻ്റ് എന്നുള്ള വാക്ക് ആണ് മാർക്സ്, ഞാൻ നേരത്തെ വായിച്ച കൂട്ടി ചെയ്തിട്ടുള്ള ഇതിലും മാർക്സ് ഉപയോഗിക്കുന്ന മൊമെൻ്റ് എന്നുള്ള വാക്ക്. ഇതൊരു ഹെഗേലിയൻ ആയിട്ടുള്ളൊരു ആശയമാണ് സത്യത്തിൽ. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഹെഗൽ പറയാ ഈ നൗ എന്നുള്ളതിനെ പറ്റിയുള്ള ഹെഗലിൻ്റെ ഇതെന്ന് പറയുന്നത്, നൗ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് വെൻ ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ് ഈസ് നോട്ട് വെൻ ഇറ്റ് ഈസ്. ഇതാണ് എന്നാണ് ഹെഗലിൻ്റെ കാര്യം. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ മൊമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്ന് പറയുമ്പോഴേക്കും അത് ഇറ്റ് ഈസ് നോട്ട്, അതല്ലാതായി കഴിഞ്ഞു. ഓക്കെ, ഒരു പുഴയിൽ നിങ്ങൾ തൊടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്, തൊടുന്ന മൊമെൻറ്റിൽ തന്നെ പുഴ വേറെ ആയിപ്പോയി. അതുപോലെ നൗ എന്ന് പറയുന്ന മൊമെൻറ്റിൽ തന്നെ നൗ അല്ല. അപ്പോൾ നൗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് വെൻ ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ് ഈസ് നോട്ട് വെൻ ഇറ്റ് ഈസ് എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക്
ടൈമിനെ കാണാൻ പറ്റും. അതായത് അതിൻ്റെ ഈ ചലനാത്മകതയാണ് നിങ്ങൾ ബീയിങ് എന്നുള്ളതിനെ അങ്ങനെ മാത്രമേ കാണാൻ പറ്റൂ എന്നുള്ളതാണ് ഹെഗലിൻ്റെയും ഈ പറഞ്ഞ പ്രോസസ് മെറ്റഫിസിക്സ് അവതരിപ്പിച്ച എല്ലാവരുടെയും ഒരാശയം എന്ന് പറയുന്നത്. മാർക്സ് ആ ഒരു ആശയമാണ് ഇവിടെ ടോട്ടാലിറ്റി ഓൾവേസ് ഇൻ പ്രോസസ് എന്നുള്ള ആശയം അവതരിപ്പിക്കുമ്പോൾ കാണുന്നത്. കാരണം ടോട്ടാലിറ്റിയുടെ ഉള്ളിലുള്ളത് അംശങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്, ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത് സത്യത്തിൽ മൊമെൻറ്റ്സാണ്. അതിൻ്റെ ഗതി സൂചിപ്പിക്കുന്ന ഗത്യാത്മകമായ ചലനാത്മകമായ സന്ദർഭങ്ങളാണ് ഈ ഒരു ടോട്ടാലിറ്റിയുടെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുക. വിതരണമായിക്കോട്ടെ, ഉപഭോഗമായിക്കോട്ടെ, വിനിമയമായിക്കോട്ടെ, ഉൽപ്പാദനമായിക്കോട്ടെ, ഇങ്ങനെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാർക്സ് ഇതിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായ ഒരു ആശയം. അപ്പോൾ ഒരു ടോട്ടാലിറ്റിയുടെ ഉള്ളിലുള്ള ഈ അംശങ്ങൾ പരസ്പരം നിർണ്ണയിക്കുന്നുണ്ട്. ഉൽപ്പാദനവും ഉപഭോഗവും പരസ്പര വിരുദ്ധമാണ്. അത് പരസ്പരം അത് നിർണ്ണയിക്കുകയും ചെയ്യുന്നു. എങ്ങനെയായിരിക്കും അത്? ഇപ്പോൾ കുറേ ഉദാഹരണങ്ങൾ മാർക്സ് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഉപഭോഗവും ഉൽപ്പാദനവും തമ്മിലുള്ള ബന്ധമാണ്. ആ ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സമയം മാർക്സ് ഒരുപാട് പേജുകൾ ചിലവാക്കുന്നത് കൺസെപ്ഷൻ എന്ന് പറയുന്നതും പ്രൊട്ടക്ഷനും തമ്മിലുള്ള ബന്ധം എന്താണ്. ഓക്കെ, പ്രത്യക്ഷത്തിൽ ഇത് ഓപ്പോസിറ്റ്സാണ്. ഇപ്പം ഉൽപ്പാദനവും ഉപഭോഗവും എടുക്കാം. ഓക്കെ, ഒരു ടോട്ടാലിറ്റിയിൽ രണ്ട് മൊമെൻറ്റ്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, മാർക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ടോട്ടാലിറ്റി ഇൻ പ്രോസസ്സിലെ രണ്ട് മൊമെൻറ്റ്സാണ്. ഗത്യാത്മകമാണത്. ഓക്കെ, ചലനാത്മകമായ രണ്ട് മൊമെൻറ്റ്സാണ്. സ്ഥിതി ചെയ്യല്ല, അത് ഗതിയിലാണ്. സ്ഥിതിയും ഗതിയും ഉണ്ടായില്ല. ഓക്കെ, ഒരു സിസ്റ്റത്തിനുള്ളിൽ സ്ഥിതിയുള്ളവരുത്തും സ്ഥിതി ചെയ്യുന്നു, പക്ഷേ അത് ഓൾവേസ് ഇൻ എ പ്രോസസ്സ്, അത് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് മാർക്സ് പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം. ഇതിനെ ക്യാപ്ചർ ചെയ്യാനുള്ളൊരു സങ്കല്പനമായിട്ടാണ് ടോട്ടാലിറ്റി എന്നുള്ള ആശയം മാർക്സ് അവതരിപ്പിക്കുന്നതെന്നാണ് എൻ്റെ ഒരു നോട്ടം. ഇത് ഇപ്പോൾ ഉൽപ്പാദനം എന്ന് പറയുന്നത് വസ്തുക്കൾ ഉണ്ടാക്കലാണെങ്കിൽ ഉപഭോഗം എന്ന് പറയുന്നത് ഉണ്ടാക്കിയ വസ്തുക്കൾ ഇല്ലാതാക്കലാണ്. ഒന്ന് ബീയിങ് ആണെങ്കിൽ ഒന്ന് നത്തിങ് ആണ്. ഓക്കെ, ഉണ്ടാക്കലും ഇല്ലാതാക്കലും. ഇപ്പോൾ മാർക്സ് പറയുന്ന ഒരു കാര്യം, ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ചില അനാലജി ഉപയോഗിച്ചിട്ടാണ് മാർക്സ് പറയുന്നത്. ഒന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരം തന്നെ ഉപഭോഗം ചെയ്യുന്ന ശരീരമാണ് അല്ലേ? ഞാനിപ്പോൾ ഒരു ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ശരീരമാണെങ്കിൽ എൻ്റെ ഭക്ഷണം, ഈ ശരീരം ഓൾറെഡി ഭക്ഷണം കഴിച്ച ശരീരമാവണം അല്ലേ? ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ ഉപഭോഗം അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പരസ്പര വിരുദ്ധമാണ് ഇത് രണ്ടും. ഓക്കെ, ഒന്നുണ്ടാക്കലും ഒന്നില്ലാതാക്കലും ആണെങ്കിലും ഈ രണ്ടും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നതിന് ഈ ഒരു അനാലജി മാർക്സ് ഉപയോഗിക്കുന്നു. അതായത് ഉൽപ്പാദിപ്പിക്കുന്ന ശരീരം തന്നെ ഉപഭോഗം ചെയ്യുന്ന ശരീരമാണ്. കൺസ്യൂം ചെയ്യുന്ന ഒരു ശരീരത്തിന് മാത്രമേ ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഉപഭോഗിക്കുന്ന ശരീരത്തിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഒന്ന്. ഇപ്പോൾ പിന്നെ രണ്ട് ഉദാഹരണങ്ങളാണ് മാർക്സ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉപഭോഗമില്ലാതെ ഉൽപ്പാദനമില്ല. ഒരു ഉൽപ്പന്നമാകുന്നത് ഉപഭോഗമുള്ളപ്പോൾ മാത്രമാണ്. ആരും ധരിക്കാത്തൊരു കുപ്പായം എന്ന് പറഞ്ഞൊരു കുപ്പായം ഉണ്ടോയെന്നാണ് മാർക്സിൻ്റെ ചോദ്യം. അതിൽ മാർക്സ് എടുക്കുന്ന ഉദാഹരണങ്ങൾ രണ്ട് ഉദാഹരണങ്ങളാണ്. ഞാൻ വേണമെങ്കിൽ പെട്ടെന്നൊന്ന് വായിക്കാം. നമുക്ക് സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഇതിലേക്ക് പോകുന്നില്ല. ഒന്ന് എക്സാമ്പിൾ, മാർക്സ് ഉപയോഗിക്കുന്ന എക്സാമ്പിളാണ്. എ ഗാർമെൻറ്റ് ബിക്കംസ് എ റിയൽ ഗാർമെൻറ്റ് ഓൺലി ഇൻ ദ ആക്ട് ഓഫ് ബീയിങ് വോൺ. ധരിക്കുമ്പോഴാണ് ഒരു കുപ്പായം എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. ഓക്കെ, ധരിക്കുക എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമേ ഒരു ഗാർമെൻറ്റ് എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാവുന്നുള്ളൂ. ഉപഭോഗത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമേ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഉണ്ടാവുന്നുള്ളൂ എന്നാണ് ഒരു ഉദാഹരണം. രണ്ട്, എ റെയിൽവേ ഓൺ വിച്ച് നോ ട്രെയിൻസ് റൺ, ഹെൻസ് വിച്ച് ഈസ് നോട്ട് ബീയിങ് യൂസ്ഡ് അപ്പ്, ഈസ് എ റെയിൽവേ ഓൺലി പൊട്ടൻഷ്യലി. ഓക്കെ, ഒരു തീവണ്ടിയും ഓടാത്ത റെയിൽവേ എന്ന് പറയുന്നത് ഓക്കെ റെയിൽവേ ആവില്ല. റെയിൽവേ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. അത് യൂസ്ഡ് അപ്പ് എന്നുള്ള ആ കോണ്ടെക്സ്റ്റിൽ മാത്രമേ ഉൽപ്പന്നം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഉൽപ്പന്നവും ഈ ഉപഭോഗം എന്ന് പറയുന്നത് ഇങ്ങനെ വിരുദ്ധ ധ്രുവങ്ങളിലാണെങ്കിൽ പോലും, ഒന്നുണ്ടാക്കലും ഒന്നില്ലാതാക്കലും ആണെങ്കിൽ പോലും ഇത് പരസ്പര ബന്ധിതമാണ്. ഉൽപ്പാദനം എന്ന് പറയുന്നത് ഉപഭോഗത്തെ പൂർവ്വകൽപ്പന ചെയ്യുന്നുണ്ട്. അതുപോലെ ഉപഭോഗത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമേ ഉൽപ്പാദനം എന്ന് പറയുന്ന ഒന്ന് നടക്കുന്നുള്ളൂ. ഇതൊന്ന്. രണ്ടാമത് അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു മാർക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഉൽപ്പാദനത്തിനുള്ള നിങ്ങളുടെ പ്രചോദനത്തെ നിർമ്മിക്കുന്നത് ഉപഭോഗമാണ് അല്ലേ?
നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഉപഭോഗമാണ് ഉൽപ്പാദിപ്പിക്കാനുള്ള ചോദന, അതിൻ്റെ പ്രചോദനത്തെ സൃഷ്ടിക്കുന്നത് ഉപഭോഗമാണ്. അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൻ്റെ കാരണത്തെ തീരുമാനിക്കുന്നത്, കാരണം എന്ന് പറയുന്നത് ഉപഭോഗമാണ്. ഉപഭോഗം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് നിരന്തരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉപഭോഗത്തിലാണ്. കൺസംഷനിലാണ് ആവശ്യം എന്ന് പറയുന്നത് പിന്നെ സൃഷ്ടിക്കപ്പെടുന്നത്. കൺസംഷനിലേക്ക് ആവശ്യം എന്ന് പറയുന്ന സാധനമില്ല, ഉൽപ്പാദനമില്ല. മാത്രമല്ല ഒരു പ്രത്യേകത മാർക്സ് പറയുന്നത്, ഇപ്പം വിശപ്പിനെ പറ്റിയാണ് മാർക്സിൻ്റെ ഒരു ഉദാഹരണം. ആ ഭാഗം കൂടി ഞാൻ വന്ന് പെട്ടെന്ന് വായിക്കാം. മാർക്സ് പറയുന്ന ഇതാണ്: ഹങ്കർ ഇസ് ഹങ്കർ, ഓക്കെ, ബട്ട് ഹങ്കർ ഗ്രാറ്റിഫൈഡ് ബൈ കുക്ക്ഡ് മീറ്റ് ഈറ്റൻ വിത്ത് എ നൈഫ് ആൻഡ് ഫോക്ക് ഈസ് എ ഡിഫറെൻറ്റ് ഹങ്കർ ഫ്രം ദാറ്റ് വിച്ച് ബോൾസ് ഡൗൺ റോ മീറ്റ് വിത്ത് ദ എയ്ഡ് ഓഫ് ഹാൻഡ്, നെയിൽ ആൻഡ് ടൂത്ത്. ഓക്കെ, വളരെ ഒരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുക. വിശപ്പ് എന്ന് പറയുന്നത് വിശപ്പാണ് എപ്പോഴും. ഓക്കെ, പക്ഷേ കത്തിമുള്ളും കൊണ്ട് തിന്നുന്ന ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുന്ന വിശപ്പ് എന്ന് പറയുന്നതും പല്ലും നഖവും ഉപയോഗിച്ച് കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുന്ന വിശപ്പ് എന്ന് പറയുന്നത് രണ്ടാണ്. അതിനാണ് വിശപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും വിശപ്പ്, ബയോളജിക്കലി നോക്കിയാൽ എല്ലാവരുടെയും വിശപ്പൊന്നാണ്. പക്ഷെ വിശപ്പിനെ നമ്മൾ കാണേണ്ടത് ഏത് തരം ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുന്ന വിശപ്പാണത്. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? കൈകൊണ്ട്, അപ്പം മാർക്സ് ഉദ്ദേശിക്കുന്നത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻസിൻ്റെ രീതിയൊക്കെ ആയിരിക്കും. നമ്മളാണ് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക. ഇത് വളരെ മോശമായിട്ടാണ് വിദേശികൾ കാണുക. കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കത്തിമുള്ളും കൊണ്ട് ഉപയോഗിക്കുന്ന ഭക്ഷണം അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം തൃപ്തിപ്പെടുത്തുന്ന വിശപ്പും, നിങ്ങൾ കൈകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം തൃപ്തിപ്പെടുത്തുന്ന വിശപ്പ് എന്ന് പറയുന്നത് നോക്കിയാൽ അത് രണ്ടാണെന്നാണ് മാർക്സിൻ്റെ. അത് വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു നിരീക്ഷണമാണ്. എന്നിട്ട് മാർക്സ് പറയുന്നൊരു കാര്യം, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഉൽപ്പാദനം എന്ന് പറയുന്നത് ഉപഭോഗത്തിൻ്റെ രീതിയെ നിർണ്ണയിക്കുന്ന ഒന്നാണ്. എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്, ഉപഭോഗം എങ്ങനെയാണെന്നതിൻ്റെ രീതിയെ നിർണ്ണയിക്കുന്ന ഒന്നാണ് ഉൽപ്പാദനം. അവിടെ ഒരു ഉദാഹരണം മാർക്സ് പറയുന്ന കലയുടെ ഉദാഹരണമാണ്. കല ഒരു പബ്ലിക്കിനെ ഉണ്ടാക്കുന്നത് പോലെ. ആർട്ട് എന്ന് പറയുന്നത് അതിൻ്റേതായ ആസ്വാദന ശീലങ്ങളുള്ള ഒരു എസ്തെറ്റിക് പബ്ലിക്കിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. അത് വെറുതെ ഉപഭോഗത്തിനുള്ള വസ്തുക്കളെ ഉണ്ടാക്കുന്നതല്ല, ഉപഭോഗത്തിൻ്റെ രുചിയെ ഉണ്ടാക്കുന്നത്, അല്ലെ അതിൻ്റെ ശീലങ്ങളെ ഉണ്ടാക്കുന്നത്, ഓക്കെ, അതിൻ്റെ രീതികളെ നിർണ്ണയിക്കുന്നതൊക്കെ ഈ ഉൽപ്പാദനത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഒന്നും കൂടി അത് ക്ലിയറായിട്ട് പറഞ്ഞാൽ, ഉപയോഗിക്കാനുള്ള വസ്തുക്കളെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ഓക്കെ, ഉപഭോഗത്തിൻ്റെ വസ്തുക്കളെ, ഉപഭോഗത്തിൻ്റെ വിഷയത്തെ ഉണ്ടാക്കൽ മാത്രമല്ല, ഉപഭോഗത്തിൻ്റെ വിഷയെ ഉണ്ടാക്കുന്ന പ്രവൃത്തി കൂടിയാണ് ഉൽപ്പാദനം എന്നാണ്. ഒബ്ജക്റ്റിനെ ഉണ്ടാക്കലല്ല, സബ്ജക്റ്റിനെ തന്നെ ഉണ്ടാക്കുന്ന ഈ അഭിരുചിയുടെ ആത്മനിഷ്ഠമായ മണ്ഡലത്തെ കൂടി നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഉൽപ്പാദനത്തെ കാണേണ്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ട, ഇപ്പോഴത്തെ ഈ കൺസ്യൂമറിസം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നോക്കി വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പിന്നെ കൊക്കക്കോള എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പലരുടെ ഇതുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഞാനൊക്കെ ആദ്യം ഇങ്ങനെ ആലോചിച്ചത്, ഈ കൊക്കക്കോള ഒരു ഭയങ്കര വൃത്തിയായിട്ട് ടേസ്റ്റുള്ളൊരു സംഗതിയാണ്. കൊക്കക്കോള ആദ്യം കഴിക്കുന്നവർക്ക് തീരെ പിടിക്കുന്നുണ്ടാവില്ല ചിലപ്പം. എന്തോ ഒരു പേസ്റ്റിൻ്റെയൊക്കെ ഒരു മണം എനിക്ക് തോന്നുന്നത്. ആർക്കും കൊക്കക്കോള ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ജീവിതത്തിൽ, അങ്ങനെ ആദ്യം കഴിക്കുന്നതുകൊണ്ട്. പിന്നീട് അപ്പം സത്യത്തിൽ കൊക്കക്കോള എന്താ ചെയ്തത്? കൊക്കക്കോള എന്നുള്ള പ്രൊഡക്റ്റ്, കൊക്കക്കോള കഴിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ, രുചിയെ ഉണ്ടാക്കുക ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റിനെ ഉണ്ടാക്കലല്ല കൊക്കക്കോളയുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. കൊക്കക്കോളയുടെ വസ്തുവിനെ, അതായത് ഉപഭോഗത്തിനുള്ള വസ്തുവിനെയല്ല, ഉപഭോഗം ചെയ്യുന്ന വിഷയെ നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. അതായത് മുമ്പ് കൊക്കക്കോള ഉണ്ടായിരുന്നില്ല, ആ ഇല്ലായ്മയെ പരിഹരിച്ചുകൊണ്ട് കൊക്കക്കോള നിലവിൽ വരില്ല ചെയ്യുന്നത്. കൊക്കക്കോളയാണ് ഇല്ലായ്മയെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഈ വസ്തുവാണ് അതിൻ്റെ ഇല്ലായ്മയെ ഉണ്ടാക്കുന്നത്. ഇല്ലായ്മയെ പരിഹരിക്കുന്ന ഒരു കാര്യമായിട്ട് വസ്തുവിനെ ഉണ്ടാക്കലല്ല ഉൽപ്പാദനം. അതാണ് മാർക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായിട്ട് ഞാൻ, ഒരു ലാക്കിനെ, ഒരു ഇല്ലായ്മയെ, ഒരു ഓക്കെ, അതിനെ പരിഹരിക്കുന്ന ഒരു വസ്തുവിനെ ഉണ്ടാക്കലല്ല. അങ്ങനെ പ്രൊഡക്ഷനെ കാണരുത്. പ്രൊഡക്ഷനാണ് ഈ ഇല്ലായ്മയെ തന്നെ ഉണ്ടാക്കുന്നത്, ഈ ആഗ്രഹത്തെ തന്നെ ഉണ്ടാക്കുന്നത്.
അഭിരുചിയെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പ്രൊഡക്റ്റിനെ ഉണ്ടാക്കലല്ല, ഓക്കെ, അല്ലെങ്കിൽ സോറി, ഒരു വിഷയത്തെ ഉണ്ടാക്കലല്ല. മാർക്സ് ഉപയോഗിക്കുന്ന വാക്ക് തന്നെ വിഷയത്തെ ഉണ്ടാക്കലല്ല, വിഷയെ ഉണ്ടാക്കലാണ്, സബ്ജക്റ്റിനെ ഉണ്ടാക്കലാണ് പ്രൊഡക്ഷൻ. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഇത് പ്രൊഡക്ഷൻ not only supplies a material for the need, but it also supplies a need for the material. ഓക്കെ, ആവശ്യത്തിനുള്ള മെറ്റീരിയൽ കൊടുക്കല്ല, മെറ്റീരിയലിനുള്ള നീഡ് ഉണ്ടാക്കാൻ ചെയ്യുന്നതെന്നാണ് മാർക്സ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ thus produces not only the object but also the manner of conception, not only objectively but also subjectively. വളരെ ക്ലിയർ ആയിട്ടുള്ള മാർക്സിൻ്റെ ഒരു ഒബ്സർവേഷനാണ് ഇത്. അപ്പോൾ ഇത് ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഡൈനമിക്സ്, ഈ രണ്ടും വിപരീതങ്ങളാണ്. പക്ഷേ വിപരീതങ്ങൾ എങ്ങനെയാണ് ഒരു ടോട്ടാലിറ്റിയിൽ പരസ്പര പൊരുത്തമുള്ള അല്ലെങ്കിൽ പരസ്പര ബന്ധിതമായി നിൽക്കുന്നു, ഇങ്ങനെ മാത്രമേ അതിന് നിൽക്കാൻ പറ്റൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു പോയിന്റിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും, ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് കൺസപ്ഷനിലൂടെ ആ പ്രൊഡ്യൂസ് ചെയ്ത സാധനം ഇല്ലാതാവുന്നു, ഓക്കെ, വീണ്ടും പ്രൊഡക്ഷനിലേക്ക് തിരിച്ചു വരും, അല്ലേ? ഒരു വസ്തു ഉണ്ടാക്കുന്ന വസ്തു കൺസ്യൂം ചെയ്യപ്പെടുമ്പോൾ വീണ്ടും വസ്തു ഉണ്ടാകും. ഈ രണ്ടാമത് ഒരു വൃത്തമായിട്ട് എടുക്കുക. ഈ പോയിന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത സാധനം കൺസംഷനിലൂടെ, ഉപഭോഗത്തിലൂടെ ഇല്ലാതാവുകയും പിന്നീട് വീണ്ടും ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ഞാൻ, ഓക്കെ. ആദ്യത്തെ ഈ പോയിന്റിലല്ല തിരിച്ചെത്തുന്നത്, ഇത് തിരിച്ചെത്തുന്നത് മറ്റൊരു പോയിന്റിലാണ്, ഓക്കെ. ഒരു സ്പൈറൽ സങ്കല്പിക്കാനുണ്ട്, ഓക്കെ. ഒരു വൃത്തത്തിൽ നിന്ന് മറ്റൊരു വൃത്തത്തിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സ്. അത് തുടങ്ങിയ പോയിന്റിൽ തന്നെ അവസാനിക്കല്ല ചെയ്യുന്നത്, ഈ പോയിന്റിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ മറ്റൊരു പോയിന്റിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ സ്പൈറലായിട്ട് ഇതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഓക്കെ. അപ്പം ഉൽപ്പാദനത്തെ നിങ്ങൾ ഇങ്ങനെയാണ് കണ്ടത്, ഒരു സ്ഥിതിയല്ല, അത് ഗതി, അത് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം ഉൽപ്പാദനം മെച്ചപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഈ പ്രോസസ്സിലൂടെ അത് മെച്ചപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഉപഭോഗവും ഉൽപ്പാദനവും തമ്മിലുള്ള ഈ ബന്ധത്തിലൂടെ ഇത് വികസ്വരമായിട്ട് അല്ലെങ്കിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഗത്യാത്മകമായ, ചലനാത്മകമായ ഒരു സാധനമാണ് ഇത് എന്നുള്ളതാണ്. അതാണ് ഞാൻ സ്ഥിതിഗതി എന്ന് ഞാൻ ഉപയോഗിക്കുന്നത്. ആ സ്ഥിതിഗതിയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായിട്ടാണ് ഈ മൊമെൻറ്റ്സ് എന്നുള്ളത് മാർക്സ് ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇനി അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാറ്റിലും, ഇതിപ്പോൾ നമ്മളൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. ഈ ഉൽപ്പാദനവും ഉപഭോഗവും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ് ഉൽപ്പാദനവും വിതരണവും തമ്മിലുള്ള ബന്ധം, ഉൽപ്പാദനവും വിനിമയവും തമ്മിലുള്ള ബന്ധം. സാധാരണ നമുക്ക് എന്താ പറയുക, വിതരണം എന്ന് പറഞ്ഞാൽ എന്താ, ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുകയാണ്, ഓക്കെ, അല്ലേ? ഉൽപ്പന്നം വിതരണം ചെയ്യപ്പെടുന്നതാണ്. അതായത് സമൂഹം അതിനാവശ്യമുള്ള വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ്, ഉണ്ടാക്കുന്നതിനെ ഉൽപ്പാദനം എന്ന് പറയുന്നു. അത് ജനങ്ങളിൽ എത്തുന്നതിൻ്റെ തോതിനെ സൂചിപ്പിക്കുന്ന വാക്കായിട്ടാണ് വിതരണം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ മാർക്സ് ആവർത്തിച്ച് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആ ലോജിക്ക് തെറ്റാണ്. കാരണം ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ ഒരു വിതരണം ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട്, വിഭവശേഷിയുടെ വിതരണം നടന്നു കഴിഞ്ഞിട്ടുണ്ട്, ഓക്കെ, അധ്വാന വിഭജനം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആളുകളുടെ വിഭവശേഷിയും അധ്വാനവും വ്യത്യസ്ത രീതിയിൽ വിതരണം ചെയ്യപ്പെട്ട ഒരു സിസ്റ്റത്തിനകത്ത് മാത്രമേ ഉൽപ്പാദനം തന്നെ നടക്കും. അപ്പോൾ ഉൽപ്പാദനം എന്ന് പറയുന്നതിൻ്റെ ആ പ്രോസസ്സിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലുണ്ടാവുന്ന ഒരു കാര്യമല്ല വിതരണം എന്ന് പറയുന്നത്. ഓൾറെഡി വിതരണം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. വിതരണം എന്ന് പറയുന്നതിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ഉൽപ്പാദനം നടക്കുകയുള്ളൂ. അപ്പം മാർക്സ് ആ സമയത്ത് പറയുന്നൊരു കാര്യം, ഡേവിഡ് മറ്റേ ആഡം സ്മിത്തും റിക്കാർഡുമാണ് പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം, ഈ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വിഷയം ഉൽപ്പാദനമല്ല വിതരണമാണ് എന്നാണ് റിക്കാർഡിൻ്റെ ഒരു വാദം. ഉൽപ്പാദനം അതിന് ഒരു വിഷയമല്ല, അതിന് വിതരണമാണ്. വിതരണം എന്ന് പറഞ്ഞാൽ വേറൊരു പ്രോസസ്സാണ്, നിങ്ങൾ അതാണ് പഠിക്കേണ്ടത്. മാർക്സിൻ്റെ അതിനെ വിമർശിച്ചുകൊണ്ടാണ് മാർക്സ് ഈ പോയിന്റ് പറയുന്നത്. ആ വാദത്തിൽ തന്നെ ഉള്ളത് എന്താ വെച്ചാൽ ഇത് രണ്ട് കാര്യമാണെന്ന് വിചാരിക്കുകയാണ്. ഇതൊരു ടോട്ടാലിറ്റിയുള്ള മൊമെൻറ്റ്സ് ആയിട്ട് കാണുമ്പോൾ ഓൾറെഡി വിതരണം ചെയ്യപ്പെട്ട, അതുപോലെ തന്നെ ഇപ്പോൾ വിനിമയവും ഉൽപ്പാദനവും തമ്മിലുള്ള ബന്ധം നമ്മൾ സാധാരണ പറയാൻ എന്താ, ഉൽപ്പാദിപ്പിച്ച വസ്തുവാണ് വിനിമയം ചെയ്യപ്പെടുന്നത്, ഓക്കെ. അവിടെ ഈ അപകടമുണ്ട്. കാരണം വിനിമയം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമായിട്ടല്ല മാർക്സ് കാണുന്നത്. കാരണം വിനിമയ മൂല്യം എന്ന് പറയുന്നത് ഈ നമ്മൾ പറഞ്ഞ മൂലധന സമ്പദ് വ്യവസ്ഥയുടെ ഉള്ളിൽ മാത്രമാണ് വിനിമയ മൂല്യം ഉണ്ടാകുന്നത്. ബാർട്ടർ സമ്പ്രദായത്തിൽ സ്വകാര്യമായിട്ടുള്ള വിനിമയമാണ്. എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഞാൻ ഉണ്ടാക്കുന്ന വസ്തു നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കുന്ന വസ്തു തമ്മിൽ നമ്മൾ പരസ്പരം കൈമാറുമ്പോൾ
വിനിമയ മൂല്യമില്ല, അവിടെ വിനിമയമുണ്ട്. ഓക്കെ, ഉൽപ്പാദനത്തിൽ എപ്പോഴും വിനിമയ മൂല്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓക്കെ, വിനിമയ മൂല്യമുള്ള വസ്തുവിനെ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറും വിനിമയമുള്ള വസ്തുവിനെ ഉൽപ്പാദിപ്പിക്കലല്ല, ഇത് രണ്ടും വ്യത്യാസമാണ്. അതാണ് തമ്മിലുള്ള ബന്ധം. ഓക്കെ, ഒരു ചരക്ക് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നതും ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുക എന്നതും രണ്ടാണ്. ചരക്ക് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിനിമയ മൂല്യമുള്ള വസ്തു ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിനിമയത്തിൻ്റെ സ്വഭാവം ഉൽപ്പാദനത്തെ തന്നെ മാറ്റുന്നുണ്ട്, ഉൽപ്പാദനത്തിൻ്റെ രീതിയെ തന്നെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ വളരെ സങ്കീർണവും ആയിട്ടുള്ള പരസ്പര ബന്ധങ്ങളുടെ ഒരു ഗത്യാത്മകമായ ചലനാത്മകമായ ഒരു വ്യവസ്ഥയെ ആണ് മാർക്സ് ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോട്ടാലിറ്റി എന്ന് പറയുന്ന ആശയമായിരിക്കും ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ്. മൂലധനത്തെയും വ്യവസ്ഥയും ഒക്കെ ഈ ടോട്ടാലിറ്റി എന്ന രീതിയിൽ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയത്. മറ്റൊന്ന് ഒരു 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 പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഏതാണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ്. ഇതിൻ്റെ ഒരു ഭാഗം, രണ്ടാമത്തെ ഭാഗം ഉള്ളത് ഈ മെത്തേഡ് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്നുള്ളൊരു സബ് ടൈറ്റിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണാം. പൊളിറ്റിക്കൽ എക്കോണമിയുടെ മെത്തേഡിനെ പറ്റിയിട്ട് അവിടെയും ഇതേപോലെ മാർക്സ് ഈ തുടക്കം എന്ന് പറയുന്നതാണ് പ്രധാനമായിട്ട്. സാധാരണ നിലയ്ക്ക് പൊളിറ്റിക്കൽ എക്കോണമിസ്റ്റുകൾ തുടങ്ങുക ജനറൽ ആയിട്ടുള്ള ഒന്നിൽ നിന്നാണ്. ജനറൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ജനറാലിറ്റി അല്ല, പ്രൊഡക്ഷൻ ഇൻ ജനറൽ അല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഹ്യൂമിൻ്റെയും റിക്കാർഡോൻ്റെയും സ്മിത്തിൻ്റെയൊക്കെ സാമ്പത്തിക കൃതികൾ നോക്കിക്കഴിഞ്ഞാൽ അവർ തുടങ്ങുന്നത് അബ്സ്ട്രാക്റ്റായിട്ടുള്ള ചില സ്ഥലത്താണ്. അതായത് പോപ്പുലേഷൻ നിന്ന് തുടങ്ങുക, ജനസംഖ്യയിൽ നിന്ന് തുടങ്ങുന്നു, രാഷ്ട്രം എന്നുള്ളതിൽ നിന്ന് തുടങ്ങുന്നു. അത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സാധനമാണ്. മാത്രമല്ല അത് അബ്സ്ട്രാക്റ്റ് ആണെന്ന് മാത്രമല്ല അത് കയോട്ടിക്കാണ്. മാർക്സ് പറയുന്നത് കയോട്ടിക്കാണ്. അത് ക്രമരഹിതമായ ഒരു 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 ഗണത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിൽ ക്രമമൊന്നുമില്ല. ജനസംഖ്യ എന്ന് പറഞ്ഞാൽ അതിൽ ഓക്കെ കയോട്ടിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നിങ്ങൾ ജനസംഖ്യ എന്ന് പറയുന്നത്. ജനസംഖ്യയിൽ നിന്ന് തുടങ്ങുന്നു, എന്നിട്ട് നിങ്ങൾ അബ്സ്ട്രാക്ഷൻ്റെ അടുത്ത ലെവലിലേക്ക് പോകുന്നു. ഉദാഹരണത്തിന് ഇപ്പം ഡിവിഷൻ ഓഫ് ലേബർ എന്താണെന്ന് പറയുന്നു, പിന്നെ വേണമെങ്കിൽ പണം എന്താണെന്ന് പറയുന്നു, ഓക്കെ വാല്യൂ എന്താണെന്ന് പറയുന്നു. അപ്പോൾ തുടങ്ങുന്നത് നിങ്ങൾ ഈ അബ്സ്ട്രാക്ഷനിൽ നിന്നാണ് അടുത്ത ലെവലിൽ അബ്സ്ട്രാക്ഷനിലേക്ക് പോകുന്നു. ജനറലിൽ നിന്ന് നിങ്ങൾ ഇത്തിരി കൂടി പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ എക്കോണമിയുടെ രീതി. മാർക്സ് പറയുന്നത് മറ്റൊരു രീതി, രണ്ട് സഞ്ചാരങ്ങൾ മാർക്സ് കാണും. അതൊരു സഞ്ചാരമാണ്. പൊളിറ്റിക്കൽ എക്കോണമിയുടെ ഒരു 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 ട്രജക്ടറി അല്ലെങ്കിൽ ഒരു സഞ്ചാരമായിട്ട് ഇതിനെ കാണാം. ജനറലിൽ നിന്ന് അടുത്ത ലെവൽ പർട്ടിക്കുലർ ആയിട്ടുള്ളതിലേക്ക് പോകാനുള്ളത്. മറ്റൊന്ന് പർട്ടിക്കുലർ ഈ പറഞ്ഞ ഇതുണ്ടല്ലോ, ആദ്യം നിങ്ങൾ നോക്കുന്നത് എന്താണ് പണം, എന്താണ് വാല്യൂ, എന്താണ് പിന്നെ അധ്വാന വിഭജനം എന്നുള്ളതിൽ നിന്ന് നിങ്ങൾ ജനസംഖ്യ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോപ്പുലേഷൻ, രാഷ്ട്രം എന്ന് പറയുന്ന ഇതിലേക്ക് പോകുന്നത്. ഈ രണ്ട് സഞ്ചാരങ്ങൾ എടുത്താൽ അതിൽ രണ്ടാമത്തേതാണ് കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ടുള്ളത് എന്ന് മാർക്സ് ഒരു വാദം അതിൽ പറയുന്നുണ്ട്. ഞാനത് ആ ഭാഗം ഒന്ന് പെട്ടെന്നൊന്ന് പറയാം. It seems to be correct to begin with the real and the concrete, with the real precondition, thus to begin in economics with example the population, which is the foundation and the subject of the entire social act of production. However, on closer examination, this proves false. If I were to begin with population, this would be a chaotic conception of the whole. ഇതാണ് മാർക്സ് പറയുന്നത്. പിന്നെ പറയുന്നൊരു കാര്യം, I would, okay, Marx says, I would move analytically towards ever more simple concepts from the imagined concrete towards ever thinner abstractions until I had arrived at the simplest determinations. From there, the journey would have to be retraced until I had finally arrived at the population again, but this time not the chaotic conception of the whole, but as a rich totality of many determinants and relations. എന്നാണ്. അതായത് രണ്ടാമത്തെ വഴിയിൽ നമ്മൾ ഈ സൂക്ഷ്മാംശങ്ങളിൽ പരിശോധിച്ച് ഈ ഗണത്തിൽ തന്നെയാണ് തിരിച്ചെത്തുന്നത്. പക്ഷേ അതൊരു കയോട്ടിക് ആയിട്ടുള്ള സാധനമല്ല, ക്രമരഹിതമായിട്ടുള്ള സാധനം, അതിൻ്റെ ഉള്ളടക്കമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്സിൻ്റെ വാദം ശാസ്ത്രീയമായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ അതായിരിക്കും. ചിലപ്പോൾ പൊളിറ്റിക്കൽ എക്കോണമിയുടെ ഈ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതി ഇതായിരിക്കും. പക്ഷേ ഈ പറയുന്നത് മാർക്സ് എത്രത്തോളം പിന്നീട് അംഗീകരിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്.
മാത്രമല്ല മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മെത്തഡോളജിയുടെ കാര്യത്തിൽ എവിടുന്ന് തുടങ്ങണം, എവിടെ എത്തണം, എങ്ങനെ മുന്നേറണം എന്ന കാര്യത്തിൽ ഒരു തീർപ്പിലെത്തി എന്ന് വിചാരിക്കേണ്ടതില്ല. ഓക്കെ, അങ്ങനെയല്ല മാർക്സ് അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അതിൽ വേണമെങ്കിൽ ആ ഒരു പോയിന്റ് കൂടി ഞാനൊന്ന് വായിക്കാം. അപ്പോൾ ഈ ശാസ്ത്രീയതയെപ്പറ്റി, സയൻസ് എന്താണ് ഇത് സയൻസ് എന്നുള്ള, അപ്പോൾ മാർക്സ് പറയുന്നത് എങ്ങനെയാണ്, ദ ഫോമൽ പാത്ത്, അത് ആദ്യം പറഞ്ഞ ദ ഫോമൽ പാത്ത് ഇസ് ദ പാത്ത് ഹിസ്റ്റോറിക്കലി ഫോളോഡ് ബൈ എക്കണോമിക്സ് അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ഒറിജിൻസ്. ഓക്കെ, ദ ലെറ്റർ, അതായത് രണ്ടാമത് പറഞ്ഞത്, ഈസ് ഒബ്വിയസ്ലി ദ സയൻറ്റിഫിക്കലി കറക്റ്റ് മെത്തേഡ് എന്നാണ് മാർക്സ് അവിടെ പറയുന്ന ഒരു കാര്യം. പക്ഷേ കുറേ അവ്യക്തതകളുണ്ട്. ഓക്കെ, ആ അവ്യക്തതകളൊക്കെ അതേപടി തന്നെ ആ ടെക്സ്റ്റിലുണ്ട്. നിങ്ങൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്താലും അതിൽ കുറേ അവ്യക്തതകൾ ബാക്കിയാവും. ഞാൻ കുറേ ശ്രമിച്ചാണ് പല രീതിയിൽ, പക്ഷേ ആ അവ്യക്തതകൾ ഉണ്ടെന്ന് മാത്രമല്ല ഈ ഒരു രീതി തന്നെ മാർക്സ് പിന്നീട് ഒഴിവാക്കുന്നതായിട്ടാണ് കാണാൻ കഴിയും. അപ്പോൾ കാരണം വെച്ചാൽ ഇപ്പോൾ പൊളിറ്റിക്കൽ എക്കോണമിയുടെ വിമർശം എഴുതുമ്പോഴും ദസ് കാപ്പിറ്റൽ എഴുതുമ്പോഴും മാർക്സ് തുടങ്ങുന്നത് എവിടുന്നാണ്? കമ്മോഡിറ്റിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇതൊക്കെ വിടുകയാണ്. ഈ പറഞ്ഞ സാധനങ്ങൾ, ജനറൽ പ്രൊഡക്ഷൻ ഇൻ ജനറൽ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിട്ടിട്ട് മാർക്സ് ആദ്യത്തെ ചാപ്റ്ററും അതാണ്, ഫസ്റ്റ് പോയിന്റ് ടു ബി അനലൈസ്ഡ് ഈസ് കമ്മോഡിറ്റി എന്ന് പറഞ്ഞിട്ട് അത് തുടങ്ങുന്നത് തന്നെ. കമ്മോഡിറ്റി എന്താണ്? വളരെ ടാഞ്ചിബിൾ ആയിട്ടുള്ള, നിങ്ങളുടെ മുമ്പിൽ കോൺക്രീറ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലുള്ളൊരു സാധനമാണ്. ഓക്കെ, അതിൽ രണ്ട് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ അത് ഇൻറ്റേർണലി കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. പക്ഷേ വളരെ മൂർത്തമായ, നിങ്ങളുടെ മുമ്പിൽ ഒരർത്ഥത്തിൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള, തൊട്ടറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് മാർക്സ് ഈ ദസ് കാപ്പിറ്റലിൽ ഉപയോഗിക്കുന്ന രീതി എന്നത്. ഈ എന്തുകൊണ്ടായിരിക്കും മാർക്സ് ഇത് അതിൻ്റെ ഉള്ളൊരു ക്ലൂവും ഈ ടെക്സ്റ്റിൽ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മാർക്സിൻ്റെ വഴി ഈ പറഞ്ഞ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമിയുടെ വഴിയല്ല. മാർക്സ് പൊളിറ്റിക്കൽ എക്കോണമിയാണ് ചെയ്യുന്നെങ്കിൽ പോലും ഈ പറഞ്ഞ മാർക്സ് ബൂർഷ്വാ എന്ന് വിളിക്കുന്ന ആഡം സ്മിത്തിൻ്റെയും റിക്കാർഡോൻ്റെയും പൊളിറ്റിക്കൽ എക്കോണമിയുടെ വഴിയല്ല മാർക്സിൻ്റെ വഴി. മാർക്സിൻ്റെ വഴി എന്താണ്? ക്രിട്ടീക്കിൻ്റെ വഴിയാണ്. ക്രിട്ടീക്ക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമിയാണ്. ഓക്കെ, അതാണ് ഈ ക്രിട്ടീക്ക് എന്നുള്ള വാക്കിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. ഈ ക്രിട്ടീക്ക് എവിടെ നിന്നാണ് തുടങ്ങുക എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, ഈ ക്രിട്ടീക്ക് തുടങ്ങുന്നത് എപ്പോഴും വർത്തമാനത്തിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് മാർക്സിൻ്റെ പോയിന്റ്. അത് ഭൂതകാലത്ത് നിന്നല്ല തുടങ്ങേണ്ടത്. ഇതിൻ്റെ ചരിത്രം, അതായത് എന്ന് പോലും മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങി. ഓക്കെ, ഏത് കാലത്തൊക്കെയുള്ള ഉൽപ്പാദനത്തിൻ്റെ ഭൂതകാലം എന്ത് എന്ന് അന്വേഷിക്കലല്ല, നേരെ മറിച്ച് ഉൽപ്പാദനത്തിൻ്റെ വർത്തമാനത്തിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങളുടെ മുമ്പിൽ എന്താ ഉള്ളത്? അത് ഈ മൂലധന സമ്പദ് വ്യവസ്ഥയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. പോയിന്റ് ഓഫ് ബിഗിന്നിങ് എന്ന് പറയുന്നത് ഈ മൂർത്തമായ വർത്തമാനത്തിലെ ഈ പോയിന്റാണ്. അപ്പോൾ ഈ തുടക്കത്തെക്കുറിച്ചുള്ള വളരെ വ്യത്യസ്തമായ ഒരു ഇതിലേക്ക് നയിക്കുന്ന ചില ചിന്തകളും ഈ ഗ്രൂണ്ടർസിൽ തന്നെ മാർക്സ് പറയുന്നുണ്ട്. അതായത് പറയുന്നത് എങ്ങനെയാണ്, ആ ഭാഗം വളരെ പ്രധാനമായതുകൊണ്ട് ഞാനതൊന്ന് വായിക്കാം. ബൂർഷ്വാ സൊസൈറ്റി ഈസ് ദ മോസ്റ്റ് ഡെവലപ്ഡ് ആൻഡ് ദ മോസ്റ്റ് കോംപ്ലക്സ് ഹിസ്റ്റോറിക്കൽ ഓർഗനൈസേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ എന്നാണ് ഒരു പോയിന്റ്. എന്നിട്ട് പറയുന്നത് എങ്ങനെയാണ്, ദ കാറ്റഗറീസ് which express its relations, the comprehension of its structure thereby also allows insights in the structure and the relations of production of all the vanished social formation. Out of those ruins, the elements it builds itself up, whose partly still unconquered remnants are carried along with it, whose mere nuances have developed explicit significance within it, etc. Human anatomy contains a key to the anatomy of the ape. ഓക്കെ, ഈ പറയുന്നത് വളരെ ഇതാണ്. അതായത് നിങ്ങളുടെ മുമ്പിലുള്ളത് എന്താണ്? ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വികസിതവും ഏറ്റവും സങ്കീർണവുമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ബൂർഷ്വാസിയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെയുള്ള ഫ്യൂഡൽ അങ്ങനെ പല സാമ്പത്തിക സംവിധാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഏറ്റവും വികസിതവും ഏറ്റവും സങ്കീർണവുമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്, ഉൽപ്പാദന വ്യവസ്ഥയാണ് ബൂർഷ്വാ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചരിത്രം മുഴുവൻ അതിൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഉൽപ്പാദനത്തിൻ്റെ ചരിത്രം മുഴുവൻ നിങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കാരണം മനുഷ്യൻ്റെ അനാട്ടമിയിൽ കുരങ്ങിൻ്റെ
അനാട്ടമി എങ്ങനെയാണോ, അതിലേക്കുള്ള സൂചനകൾ എങ്ങനെയാണോ ഉള്ളത്, അതുപോലെ മുതലാളിത്തത്തെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർ ഇതേവരെ വന്നിട്ടുള്ള ഉൽപ്പാദനത്തിൻ്റെ ചരിത്രത്തിൻ്റെ മുഴുവൻ അവശിഷ്ടങ്ങൾ, അതിൻ്റെ മുഴുവൻ എല്ലുകൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് മാർക്സിൻ്റെ വാദം. അപ്പോൾ നിങ്ങൾ തുടങ്ങേണ്ടത് ഭൂതത്തു നിന്നല്ല, തുടങ്ങുന്നത് ഇവിടുന്നാണ്. കാരണം പഴയത് മുഴുവൻ അതിലുണ്ട്. പഴയതിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് അതിനെ വ്യക്തമായി വിശകലനം ചെയ്താൽ, ഉത്ഖനനം ചെയ്താൽ, ഞാൻ വീണ്ടും ആ വാക്ക് ഉപയോഗിക്കുകയാണ്, ഉത്ഖനനം ചെയ്താൽ ഇതിൻ്റെ സ്കെലിട്ടൺ, ഓക്കെ, ഈ ഭൂതകാല അവശിഷ്ടങ്ങൾ മുഴുവൻ, ഫോസിലുകൾ മുഴുവൻ, ഉൽപ്പാദന സമ്പ്രദായങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ, മൺമറഞ്ഞു പോയ ഉൽപ്പാദന സമ്പ്രദായങ്ങളുടെ അസ്ഥികൂടം മുഴുവൻ നിങ്ങൾക്ക് ഈ പ്രസൻറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതുകൊണ്ട് കമോഡിറ്റി എടുക്കുക എന്നുള്ളതാണ്. കമോഡിറ്റി എന്ന് പറയുന്നത് ഈ വർത്തമാന ഉൽപ്പാദന വ്യവസ്ഥയുടെ ഏറ്റവും മൂർത്തമായ രൂപമാണ് ചരക്ക് എന്നത്. ചരക്കിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്, കമോഡിറ്റിയിൽ നിന്ന് തുടങ്ങുക എന്നുള്ള രീതി ആണ് മാർക്സ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ മാർക്സ് മറ്റൊരു സ്ഥലത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ സൂചിപ്പിച്ചത് എങ്ങനെയാണ്, ഈ എല്ലാ ജെന്യുവിനായിട്ടുള്ള വിപ്ലവങ്ങളും അതിൻ്റെ കവിത കണ്ടെത്തുന്നത് ഭൂതത്തിൽ നിന്നല്ല ഭാവിയിൽ നിന്നാണ് എന്നാണ് 18th ബ്രൂമയർ ഓഫ് ലൂയി ബോണപ്പാർട്ട് എന്ന് പറയുന്ന കൃതിയിൽ മാർക്സ് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അതായത് വിമർശനം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞാൽ മാറ്റുക എന്നുള്ളത്, സിസ്റ്റത്തെ മാറ്റുക എന്നുള്ളതാണ്. സിസ്റ്റത്തെ മാറ്റുന്നതിന് അതിൻ്റെ ഊർജം നിങ്ങൾ കണ്ടെത്തുന്നത് ഭൂതകാലത്തു നിന്നല്ല, എന്നത് ഭാവിയിൽ നിന്നാണ് എന്നാണ് മാർക്സിൻ്റെ വാദം. എല്ലാ ജെനുവിനായിട്ടുള്ള വിപ്ലവങ്ങളും അതിൻ്റെ കവിത കണ്ടെത്തുന്നത് ഓക്കെ പിന്നെ ഭൂതകാലത്തിൽ നിന്നല്ല, ഭാവിയിൽ നിന്ന്. ഞാൻ പറഞ്ഞാൽ അത് ഒരു ഭയങ്കര ഒരു ആശയമാണ്. അത് നിങ്ങൾ ഈ സിസ്റ്റത്തെ മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പം നിങ്ങൾ ഈ സിസ്റ്റത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. മാത്രമല്ല ഈ സിസ്റ്റത്തിൽ മൺമറഞ്ഞു പോയ എല്ലാ സിസ്റ്റങ്ങളുടെയും അവസ്ഥകളുടെയും വ്യവസ്ഥകളുടെയും ഒക്കെ അസ്ഥികൂടങ്ങൾ കിടക്കുന്നുണ്ട്. മനുഷ്യൻ്റെ അനാട്ടമിയിൽ കുരങ്ങൻ്റെ അനാട്ടമിയിലേക്കുള്ള സൂചന ഉള്ളതുപോലെ എന്നാണ് മാർക്സ് അവിടെ പറയുന്നൊരു കാര്യം. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മാർക്സിൻ്റേതൊരു, വീണ്ടും ഞാൻ ഫുക്കോൻ്റെ ഇതിൽ വരികയാണ്, ഹിസ്റ്ററി ഓഫ് ദ പ്രസൻറ്റ് എന്നുള്ളൊരു ആശയം ഫുക്കോ പറയുന്നു. വർത്തമാനത്തിൻ്റെ ചരിത്രം, അതല്ല ഇവിടുത്തെ ഈ ആശയമെങ്കിൽ പോലും വർത്തമാനത്തിൻ്റെ ചരിത്രമാണ് അന്വേഷിക്കുന്നത്. ഭൂതകാലത്തിലേക്ക് പോകുക എന്നുള്ളതിനേക്കാൾ ഈ വർത്തമാനത്തെ നിങ്ങൾ കോൺക്രീറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ മുമ്പിലുള്ള മൂർത്തമായ വർത്തമാനത്തെ പരിശോധിക്കുക എന്നുള്ളതാണ് ക്രിട്ടീക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഊന്നൽ എന്നുള്ളതാണ് മാർക്സ് പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം. അതുകൊണ്ടാണ് ഒരു പക്ഷേ ക്യാപിറ്റലിൽ, ദസ് ക്യാപിറ്റലിൽ ഈ പറഞ്ഞതൊക്കെ സപ്രസ് ചെയ്തുകൊണ്ട്, മാർക്സിൻ്റെ ഭാഷ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ തുടക്കത്തെ പറ്റിയുള്ള ചില തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ അതുണ്ടാക്കും എന്നാണ് മാർക്സ് നേരത്തെ ഞാൻ വായിച്ച കോട്ടിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഈ രീതിയെ സംബന്ധിക്കുന്ന ചില തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ ഇത് ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് അത് മാറ്റിയിട്ട് ഇവിടുന്ന് തുടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത് മാർക്സ് പ്രസിദ്ധീകരിക്കേണ്ടത് തീരുമാനിച്ചതും പിന്നീട് ആളുകളെടുത്ത് പ്രസിദ്ധീകരിച്ചത് പിന്നെ മാർക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുകയും ചെയ്യുന്ന രണ്ടിലും കാര്യമുണ്ട്. അപ്പോൾ അതിൽ കൊള്ളേണ്ടത് കൊള്ളുകയും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഗ്രുണ്ടിസയെ വായിക്കാൻ പറ്റൂ. ആണ് ഗ്രുണ്ടിസെ മാർക്സിൻ്റെ ഒരു പണിക്കുറ്റം തീർന്ന സൃഷ്ടിയായിട്ട്, കൃതിയായിട്ട് എടുത്ത് വായിച്ചാൽ വലിയ അബദ്ധത്തിൽ നമ്മൾ ചെന്ന് പെടും. ഇനി ഇതിൻ്റെ അവസാനത്തെ ഭാഗം, പെട്ടെന്ന് മാർക്സ് കലയെ പറ്റിയിട്ട് പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്, ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാനത് പറഞ്ഞു. കലയെ പറ്റിയിട്ട് ചില നിരീക്ഷണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു അതാത് കാലത്തെ സ്ഥിതിഗതികളുടെ ഒരു സാകല്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രൊഡക്ഷനെയും ഉൽപ്പാദനത്തെയും വിതരണത്തെയും വിനിമയത്തെയും പിന്നെ ഉപഭോഗത്തെയും ഒക്കെ അതിൻ്റെ മൊമെൻസിനെ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ്. ഇതിന് വ്യത്യസ്തമായിട്ട് കലയുടെ ഉൽപ്പാദനത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് മാർക്സ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. അങ്ങനെയാണ് അത് ഈ സ്ഥിതിഗതികളുടെ സാകല്യത്തിന് ഉള്ളിൽ നിൽക്കുന്നതാണ് കലയും. ഓക്കെ, പക്ഷേ അങ്ങനെ അല്ലാതൊരു തോന്നൽ നമുക്കുണ്ടാവുന്നുണ്ട് പലപ്പോഴും. ഓക്കെ, അതിന് കാലത്തെ അതിവർത്തിക്കുന്ന ഒരു മൂല്യമുള്ളതായിട്ട്, ഒരു സൗന്ദര്യ മൂല്യമുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് മാർക്സ് പറയുന്നത് ഗ്രീക്ക് കല, യവന ശില്പങ്ങൾ, അത് ആ പ്രത്യേക കാലഘട്ടത്തിൻ്റെ സ്ഥിതിഗതികളുടെ ഉള്ളിലാണ് അതിൻ്റെ ഇതുള്ളതെങ്കിൽ പോലും
നമ്മളെ വളരെ വിസ്മയിപ്പിക്കുന്ന ഒന്നായിട്ട് ഇപ്പോഴും നിൽക്കുന്നു. യവന ശില്പങ്ങൾ, അതുപോലെ ഹോമറുടെ കാവ്യങ്ങൾ, ഗ്രീക്ക് കാവ്യങ്ങൾ, അതിൻ്റെ സാഹിതീയ മൂല്യം എന്ന് പറയുന്നത് ഷേക്സ്പിയറിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് നമുക്ക് തോന്നുന്നു. വളരെ സമകാലികമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന പല അനുഭവങ്ങൾ അത് ഉണ്ടാക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് മാർക്സ് പറയുന്ന ഒരു അവസാനിപ്പിക്കുന്ന ഇതിലാണ്. അതിൽ മാർക്സ് പറയുന്ന ഒരു ആശയം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതങ്ങനെ അബ്രപ്റ്റായിട്ട് മാർക്സ് നിർത്തുക ചെയ്യുന്നു. അത് പിന്നീട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒന്നും അതിൽ കാണില്ല. എന്തുകൊണ്ടാണ് കലയുടെ ഈ ആസ്വാദന മൂല്യം അല്ലെങ്കിൽ ഈ ലാവണ്യ മൂല്യം, എസ്തെറ്റിക് വാല്യൂ എന്ന് പറയുന്നത് കാലത്തിന് അതീതമാണെന്ന് തോന്നലുണ്ടാവുന്നത്? മാർക്സ് പറയുന്ന 2-3 കാര്യങ്ങൾ ഞാനിതിൻ്റെ ഇതായിട്ട് വായിക്കാം. അത് വായിക്കുന്നതാണ് ഏറ്റവും നന്നാവുക. വളരെ ക്ലിയറായിട്ട് മാർക്സ് പറയുന്ന ചില കാര്യങ്ങളാണ്, പക്ഷേ അപൂർണമാണ്. ഇൻ ദ കേസ് ഓഫ് ദ ആർട്സ്, it is well known that certain periods of their flowering are out of all proportion to the general development of society, hence also to the material foundation, the skeletal structure as it were of its organization. For example, the Greeks compared the moderns and also Shakespeare. Okay? It is even recognized that certain forms of art, example the epic, no longer be produced in their world epoch-making classical stature as soon as the production of art as such begins. ഇപ്പം പക്ഷെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഗ്രീക്ക് ആർട്ട് നിങ്ങൾക്ക് ഇപ്പോഴും അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നു. അത് വിസ്മയിപ്പിക്കുന്നു നമ്മളെ. യവന ശില്പങ്ങൾ നമ്മളെയൊക്കെ വിസ്മയിക്കുന്നു. പക്ഷേ നിങ്ങൾക്കതൊരിക്കലും റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു യവന ശില്പം ഇപ്പം ഉണ്ടാക്കുക എന്നുള്ളത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് മാർക്സിൻ്റെ ഒരു ഹോമറുടെ കാവ്യം നിങ്ങളിപ്പോൾ എഴുതുകയാണെന്ന് ഇരിക്കുക. എന്തായിരിക്കും അത്? നിങ്ങളെ വിസ്മയിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കാളിദാസൻ്റെ കാവ്യം നിങ്ങളെ വിസ്മയിപ്പിക്കുന്നുണ്ട്. പക്ഷേ കാളിദാസൻ്റെ കാവ്യം ഞാൻ ഇപ്പോൾ എഴുതാൻ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും ഇരിക്കുക? ഓക്കെ, ഈ ഒരു കോൺട്രഡിക്ഷനാണ് മാർക്സ് നോക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇതാണ്. അക്കിലിസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വീരപുരുഷൻ സങ്കല്പമാണ് അക്കിലിസ്. അക്കിലിസ് പോസിബിൾ വിത്ത് പൗഡർ ആൻഡ് ലീഡ്? ഓക്കെ, ഓർ ദ ഇലിയറ്റ് with the printing press with the printing press, not to mention the printing machine. അച്ചടി യന്ത്രം വന്ന കാലത്ത് നിങ്ങൾക്ക് ഇലിയഡ് എഴുതാൻ പറ്റുമോ? ഓക്കെ, അക്കിലസ് എന്ന് പറയുന്ന വീരസങ്കല്പം യന്ത്രത്തോക്കുകളുടെ കാലത്ത് നിങ്ങൾക്ക് പറ്റുമോ? ഇതാണ് മാർക്സ് ചോദിക്കുന്നത്. ഓക്കെ, വെടിമരുന്നും യന്ത്രത്തോക്കുകളും ഉള്ള ഈ കാലത്ത്, പൗഡർ ആൻഡ് ലീഡ് ഉള്ള കാലത്ത് നിങ്ങൾക്ക് ഒരു ഗ്രീക്ക് യവന വീരസങ്കല്പത്തെ ആവിഷ്കരിക്കാൻ പറ്റില്ല. ഓക്കെ, ഒരിക്കലും സാധ്യമല്ല. നിങ്ങളെ വിസ്മയിപ്പിക്കുന്നുണ്ടാവും അത്. ഇപ്പോൾ എന്താ പറയുക, താമര ഇലകളിൽ അരയന്ന പെൺകൊടി കാമലേഖനം എഴുതുമ്പോൾ എന്നാണ് അല്ലേ? ഇത് കാളിദാസൻ്റെ ഇമേജ്. ഇത് ഇമെയിൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല അത് അല്ലേ? താമര ഇലകളിൽ എഴുതിയ കാമലേഖനം നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കാലത്ത് പറ്റില്ല. അത് എന്തുകൊണ്ടത് പറ്റാത്തത്? കാരണം കല എന്ന് പറയുന്നത്, മാർക്സ് തന്നെ പറയുന്നത്, ആ കാലത്തെ ടെക്നോളജിയുടെ ഉള്ളിലാണ്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥത്തിൽ. അപ്പോൾ മാർക്സ് ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഗ്രീക്ക് കല എന്ന് പറയുന്നത് ഗ്രീക്ക് മിഥോളജിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗ്രീക്ക് മിഥോളജി എന്ന് പറയുന്നത് എന്താണ്? ഗ്രീക്ക് മിഥോളജി എന്ന് പറയുന്നത് പ്രകൃതിയെ പറ്റിയുള്ള പ്രത്യേക സങ്കല്പമാണ്. അതിൽ പ്രകൃതി എന്ന് പറയുന്ന സങ്കല്പം തന്നെ വ്യത്യസ്തമാണ്. പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതി അല്ല, അത് ടെക്നോളജിയുടെ ഭാഗമാണെന്നാണ് മാർക്സ് പറയുന്നത്. ടെക്നോളജി മാറുമ്പോൾ പ്രകൃതി മാറുകയാണ്. അപ്പം ഗ്രീക്ക് കലകളുടെ മിഥോളജിക്കലായിട്ടുള്ള അതിൻ്റെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്ന പ്രത്യേക സങ്കല്പത്തിൻ്റെ ഉള്ളിൽ മാത്രം സാധ്യമാവുന്ന ഒരു സാധനമാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ടെക്നോളജിയാണ് പ്രകൃതി ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് പ്രകൃതിയാണുള്ള ഒരു സംഗതിയല്ല. അത് ടെക്നോളജിയിൽ രൂപപ്പെടുന്ന ഒരു സങ്കല്പമാണ് പ്രകൃതി സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹോമർ ഉണ്ടാവില്ല, ഇവിടെ കാളിദാസൻ ഉണ്ടാവില്ല, ഇവിടെ യവന ശില്പം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളിവിടെ പറഞ്ഞു. പക്ഷേ സ്റ്റിൽ അത് നിങ്ങളെ അപ്പീൽ ചെയ്യുന്നുണ്ട്, അത് നിങ്ങളെ വശീകരിക്കുന്നുണ്ട്, അത് വിസ്മയിപ്പിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് വിശദീകരിക്കുക എന്നുള്ളതാണ് മാർക്സ് ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. അതിൽ പറയുന്നൊരു കാര്യം എങ്ങനെയാണ്, മാർക്സ് അതിന് പറയുന്നൊരു പരിഹാരം എന്ന് വേണമെങ്കിൽ പറയാം. മാർക്സിൻ്റെ ചിന്തയായിട്ട് അവസാനത്തെ പോയിന്റ്, എ മാൻ കനോട്ട് ബിക്കം എ ചൈൽഡ് അഗെയിൻ, or he becomes childish. Okay,
Why should not the historical childhood of humanity, its most beautiful unfolding, as a stage never to return, exercise an eternal charm? There are unruly children and precocious children. Many of the old people belong to this category. The Greeks were normal children. The charm of their art for us is not in contradiction to the underdeveloped stage of society on which it grew എന്നാണ് മാർക്സ് അവസാനത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. അതായത് നമ്മൾ മുതിർന്ന ആളുകൾക്ക് ഒരിക്കലും കുട്ടികളാവാൻ പറ്റില്ല, പക്ഷേ കുട്ടിത്തണ്ടാവാം. ഓക്കെ, ചൈൽഡിഷ് ആവാൻ പറ്റും, കുട്ടിയാവാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഈ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം? ഈ ഗ്രീക്ക് ആർട്ടിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മാർക്സ് പറയുന്നത് ഒരു ഉപമയായിട്ടാണ് പറയുന്നത്. ഒരു മനുഷ്യരുടെ വളർച്ച സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കുട്ടിക്കാലം പോലെ, ഓക്കെ, അതിൻ്റെ വിസ്മയം ഒക്കെ, ഒരു കുട്ടിക്കാലത്തിൻ്റെ ബാല്യകാലത്തിൻ്റെ വിസ്മയമൊക്കെ നിലനിർത്തുന്ന പ്രകൃതിയോട് ഉള്ളൊരു വിസ്മയത്തോടുള്ള ബന്ധം, അത്ഭുതം, ഇതൊക്കെ അടങ്ങുന്ന ഒരു കുട്ടിക്കാലമായിട്ട് ഗ്രീക്ക് ആർട്ടിനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ അതിൻ്റെ വിസ്മയം നിങ്ങളിൽ വലിയ ആളുകളിലും കുട്ടിത്തം ഉണ്ടാവാം, കുട്ടിയായി മാറാൻ പറ്റാത്തതുപോലെ എന്നാണ് മാർക്സ് പറയുന്നൊരു കാര്യം. അതുപോലെയാണ് ഇതിനെ കാണേണ്ടത്. നിങ്ങളതിൻ്റെ സൗന്ദര്യമൂല്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളത് അതിൻ്റെ ചരിത്രപരതയെ റദ്ദാക്കുന്ന ഒരു വസ്തുതയല്ല. ആർട്ടിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെ ആർട്ടെന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം തന്നെ മാർക്സ് സംശയത്തിലാണ് പറയുന്നത്. കാരണം വെച്ചാൽ പ്രൊട്ടക്ഷൻ ഓഫ് ആർട്ട് എന്ന് പറയുന്ന ഒന്ന് നിലവിൽ വരുന്നതിന് മുമ്പുള്ള ആർട്ട് എന്ന് പറയുന്നതിന് അതിനുശേഷം നിലനിൽക്കാൻ കഴിയില്ല. പ്രൊട്ടക്ഷൻ ഓഫ് ആർട്ട് എന്ന് പറയുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ളൊരു കാര്യം. മാർക്സ് സൂചന തരുന്നത് ഞാൻ വേണമെങ്കിൽ പറയാം, വികസിപ്പിക്കുന്നില്ല ഒരിക്കലും. ആ പോയിന്റ് മാർക്സ് അവിടെ അബ്രപ്റ്റായിട്ട് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2-3 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. Is the view of nature and the social relations on which the Greek imagination and hence Greek mythology is based possible with self-acting mule spindles and railways and locomotives and electrical telegraphs? Okay, റെയിൽവേയും ഇലക്ട്രിക്കൽ ടെലഗ്രാഫും സ്വയം പ്രവർത്തിക്കുന്ന മെഷീനൊക്കെ ഉള്ള സമയത്തുള്ള പ്രകൃതിയല്ല പഴയ പ്രകൃതി. പ്രകൃതി തന്നെ പ്രകൃതിയുള്ള ഒന്നല്ല, അത് ടെക്നോളജിയിലൂടെ രൂപപ്പെടുന്നത്. നിങ്ങളുടെ പ്രകൃതി തന്നെ മാറി. അപ്പം ആ ആർട്ട് ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ച് ഇപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. കാളിദാസന് ഇപ്പം കവിത എഴുതാൻ പറ്റില്ല. അതിൻ്റെ കൂടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഈവൻ റെക്കഗ്നൈസ് ദാറ്റ് certain forms of art, example the epic, can no longer be produced in their world epoch making classical stature. Okay, as soon as the production of art as such begins. പ്രൊഡക്ഷൻ ഓഫ് ആർട്ട് എന്ന് പറയുന്ന ഒരു സംഗതി തുടങ്ങിയ കാലത്ത് നിങ്ങൾക്ക്, ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് ആർട്ട് എന്ന് പറയുന്നത് വളരെ മോഡേൺ, അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കലാവസ്തുവാണ് എന്ന രീതിയിൽ പ്രൊഡക്ഷൻ ഓഫ് ആർട്ട് എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാവുന്നതിന് മുമ്പുള്ളതാണിത്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് ആർട്ട് എന്ന് പറയുന്ന ഒരു സംഗതി തുടങ്ങിയതിന് ശേഷം ഇതിനെ നിങ്ങൾക്ക് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു വളരെ വ്യത്യസ്തമായ ടെക്നോളജിക്കലും വളരെ വ്യത്യസ്തമായ അതിൻ്റെ തന്നെ മിത്തോളജി ഉണ്ട് ഒരു പക്ഷേ, അല്ലേ? അതിന് തന്നെ മിത്തോളജിയുടെയും അതിൻ്റെ ഉള്ളിലുള്ള ടെക്നോളജിക്കലായിട്ടുള്ള ഒരു ഫ്രെയിമിനുള്ളിലുമാണ് ആർട്ട് ഇപ്പം നമ്മൾ കാണുന്നത്. പക്ഷേ അത് ആർട്ട് പോലും ആവില്ല ഈ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത് വിസ്മയകരമാണ് എന്നുള്ള വസ്തുത ആർട്ടിൻ്റെ ചരിത്രപരതയെ റദ്ദാക്കുന്ന, അതിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു വസ്തുതയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്സ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.